പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുവാനാകട്ടെ. തിരുസന്നിധാനത്തിലേക്ക് നാം ദിവസങ്ങൾ തീരുമാനപ്രകാരം കർത്താവിന്റെ വചനത്തിന് മുമ്പിലായിട്ട് ദൈവരിക്കാൻ നല്ല വേളയ്ക്കായി ദൈവത്തിന്റെ വലുതാമത്തെ സ്തോത്രം കടന്നു എല്ലാവർക്കും ആദ്യം വ്യത്യാസം വിശേഷ കർത്താവദാസൻ ഭാഷ ജോലികളുണ്ടായ കുടുംബത്തിലായ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. കടന്ന് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കടന്നിട്ട് എല്ലാവരോടും കൂടെ ദൈവസാന്നിധ്യം കൂടി കടന്നു വരുവാൻ ദൈവകൃപയായിട്ട് ഞാൻ പ്രിയ നന്ദിച്ചതിനെ കുറിവായിട്ട് ആദ്യത്തെ പകൽക്കാലമായ ദൈവകൃപയും ദൈവം ഞങ്ങളോട് കൂടിയിരുന്ന അല്പസമയത്തിരിക്കുവാനും ദിവസം പ്രാർത്ഥിപ്പാനും ദൈവങ്ങളൊക്കെ ചിന്തിപ്പാനും അവസരത്തിന് രാത്രിയോടെ കടന്നു വരുവാനും ദൈവത്തെ സ്മരിപ്പാനും നല്ല വേളയ്ക്കായി സ്തോത്രം. പ്രിയ ഭവന ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കടന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയാണ് ലഭിച്ച സമയം ദൈവസന്റെ അനുഗ്രഹമായിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വിശുദ്ധ ബൈബിളിന്റെ ഏറ്റവും വലിയ ബൈബിൾ സ്കൂൾ ഏതാണെന്നൊരു വാക്യം ഒന്ന് വായിച്ച് നമുക്ക് തുടങ്ങാം. സ്തോത്രം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അവസാനത്തെ മത്തായിയുടെ സുവിശേഷം 11. ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റ് എന്നോട് ചേർന്ന് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കാണും. ദൈവം അതിനെ പഠനമാണ് നമുക്ക് ഏറ്റവും അനുഗ്രഹവും നമുക്ക് ആശ്വാസവും കിട്ടുന്നത്. നല്ല വചനത്തിന് മുമ്പിൽ നല്ല ഗുരുവിന്റെ പാദപീഠത്തിനായിരിക്കും ദൈവം ഒരിക്കലും നല്ല വേളയ്ക്കായി സ്തോത്രം. ചുരുക്കം പേരായിട്ടെങ്കിലും വളരെ പേരായിട്ടെങ്കിലും ദൈവസാന്നിധ്യമാണ് മധ്യത്തിലുണ്ട്. കർത്താവ് ചെറിയൊരു ബൈബിൾ സ്കൂൾ നടത്തുകയാണെന്ന് ദൈവത്തെ വായിക്കുന്നുണ്ട്. ബദാനിയിലെ ലാസറിനമാണ് 3 പേരെ ഉണ്ടായിരുന്നു. ഗുരുവാകുന്ന കർത്താവും 2 സഹോദരിമാരുമാണ്. അതിലൊരാളെ ശരിയാണ് ഡെഡിക്കേറ്റ് ചെയ്ത് വന്നു. അപ്പൊ കർത്താവ് ഒത്തിരി പേര് കൂടുന്നൊന്നും വലിയ കാര്യമാണ്. ദൈവനെ പഠിക്കുന്നില്ല. ഞാൻ കടന്നു വന്നവരെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കും. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥ എങ്ങനെ ജോലിയിലൊന്നും വരാനൊക്കത്തില്ല. സാഹചര്യങ്ങൾ ദൈവം അറിയുന്നു. അല്ല, കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ദൈവം നമ്മൾ അനുഗ്രഹങ്ങളാൽ നടക്കണം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചു പോലെ അതൊരിക്കലും കയ്യിൽ നിന്ന് അപകരിക്കാൻ വയ്യാത്ത ഒന്നാണ് ദൈവവചന പഠനം. ദൈവവചന പഠനം ഒരിക്കലും അവഗണിക്കാൻ വയ്യാത്ത ദൈവവചനം നമുക്ക് പഠിപ്പാനും ഗ്രഹിപ്പാനും ഒക്കെ ദൈവത്തിൻ്റെ നല്ല കളിക്കാൻ സ്തോത്രം. പഴയ നിയമം പുതുമ 2 തിരിക്കുന്നത്. പഴയ നിയമം പുതുമ ചേർത്ത് 2 വാക്യം പറഞ്ഞിട്ടുണ്ട്. അത് എബ്രായർ 1-ന്റെ 1-2 വാക്യം. എബ്രായർ 1-ന്റെ 1-ന്റെ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം തുടങ്ങിയിട്ട് ലാസ്റ്റിൽ ആ സെന്റൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിന് മുഴുവൻ എന്തോ ദൈവത്തിന്റെ അള്ളപ്പാട്. അതിന് 2 അവിടെ തന്നെ തിരുത്തിയിട്ടുണ്ട്. പഴയ നിയമം പുതുമ ആ വാക്യത്തിൽ 2 തിരുത്തിയിരിക്കും. ഒന്നാമത്തെ കാലയളവിനെ അവിടെ പണ്ടെന്ന് പറഞ്ഞിരിക്കുക. പണ്ട് ദൈവം പണ്ട് അല്ലെ പഴയനിമ കാലയാണ്. ദൈവം പഴയനിമ കാലയാണ്. ആരോട് അണിച്ചതെന്നുണ്ട് പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ പഴയനിമത്തിൽ ദൈവത പ്രകാരം ദൈവത്തെ ആരാധിച്ച എല്ലാവരെയും ഉൾപ്പെട്ട പിതാക്കന്മാർ എന്ന് പറഞ്ഞു. അല്ലാതെ അബ്രാഹിം സാഖി യാക്കോബിനെ ഉൾപ്പെട്ടല്ല. അപ്പൊ ദൈവം പണ്ട് ആരോട് അണിച്ചു? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരാണ് പിതാക്കന്മാർ ദൈവവചനം ദൈവം സ്തോത്രം. എങ്ങനെ കൊടുത്തു? ദൈവം പണ്ട് ഭാഗമായും വിവിധമായും അതായത് ഉൽപ്പത്തി മുതൽ യെശയ്യാ വരെയുള്ളതായ ദൈവീയ വെളിപ്പാടുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു കഥ പോലല്ല, ഒരു നോവല് പോലല്ല, ഒരു എസ്സേ പോലല്ല. പിന്നെ ഭാഗമായിട്ടുള്ള കാരണം പ്രധാന ഉദ്ദേശിക്കുന്ന വിഷയം ദൈവത്തിന്റെ ക്രിസ്തുവിനെ കുറിച്ച്. പഴനിമത്തിൽ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പഴനിമത്തില്
ഏറ്റവും വലിയ വിഷയം ദൈവത്തിനാണ് യേശുക്രിസ്തുവിന്റെ രക്ഷയാണ്. അതിനോട് ചേർന്ന് പിന്നെ യഹൂദം വരുന്നുണ്ട്. അതിനോട് ചേർന്ന് ആര് വരുന്നു? അതിനോട് ചേർന്ന് യഹൂദജാതി വരുന്നു. അപ്പൊ ദൈവത്തിൽ ഏറ്റവും വലിയ വിഷയം വീണ്ടെടുപ്പിൽ ഉൾപ്പെട്ട ദൈവത്തിനാണ് യേശുക്രിസ്തു അതിന്റെ രക്ഷ. ദൈവം പഴയത്തിൽ ഭാഗവും വിധവുമായി അറിയിച്ചെന്ന് പറയുമ്പോൾ പഴയത്തെ എത്രയായിട്ട് തിരിക്കാം? പഴയത്ത് നമ്മുടെ തിയോളജി പ്രകാരം 5ആയിട്ടും 4ആയിട്ടും തിരിക്കുന്നു. എന്നാൽ പഴയവും പുതിയവും എഴുതിയ വ്യക്തി തിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു ബൈബിൾ എപ്പോഴും എത്രയായിട്ട് തിരിച്ചെന്നൊന്ന് നോക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 45-ാം വചനം. ലൂക്കോസ് 24:45. തിരുവഴുത്തുകളെ തിരിച്ചറിയുന്ന അവരുടെ ബുദ്ധിയെ തുടങ്ങാം. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടത് അറിയല്ലേ? അപ്പൊ തിരുവഴുത്തെന്ന് പുതിയമം പറയുന്നതെല്ലാം പഴയത്തെ ഉദ്ദേശിച്ച ഓർത്തോണം. പുതിയമത്തിൽ പറഞ്ഞത് തിരുവഴുത്തുകളെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുതിയമത്തെ ഉദ്ദേശിച്ചല്ല, പുതിയതിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. പഴയത്തെ അന്ന് പുതിയമം എഴുതിയിട്ടില്ല. അപ്പൊ പഴയത് പുതിയമത്തിൽ തിരുവഴുത്തെന്ന് പറയുന്നത് മുഴുവൻ എന്തിനെ ഉദ്ദേശിച്ചാണ്? പഴയത്തെ ഉദ്ദേശം. പിന്നെ പുതിയമത്തെ തിരുവഴുത്തായിട്ട് പറയുന്ന വേദഭാഗം നാളെ ചിന്തിക്കാം. അപ്പൊ പഴയത്തെ തിരുവഴുത്ത് എന്ന് പറയുന്ന പുതിയമത്തെ തിരുവഴുത്തുകൾ. ഇനിയാണ് വേറെ മോളത്തെ വാക്യം നോക്കിയാട്ടെ. 44. പിന്നെ അവൻ അവരോട്, ഇതാവുന്ന നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിൽ. 1 മോശയുടെ ന്യായപ്രമാണ പഞ്ചഗ്രന്ഥം. അടുത്തത് പ്രവാചന പുസ്തകം. 2 യെശയ്യാ മുതൽ മലാഖി വരെ പ്രവാചക പുസ്തകം. അടുത്തത് സങ്കീർത്തനങ്ങൾ. ബാക്കി മുഴുവൻ ചേർന്ന് സങ്കീർത്തനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമസ്ഥനാണ് യേശു കർത്താവ്. ഉടമസ്ഥന. അപ്പൊ എത്ര ആൾ തിരിച്ചിരിക്കുന്നു? പൂർവ്വം 3 ആൾ തിരിച്ച് നാളെ തന്നെ ഇന്ത്യക്ക് ഈ പഴയതും തീർന്നു വരണം. സ്വത്രം ദൈവം പറഞ്ഞ ഭാഗമായും വിവിധമായും ആര് മുഖാന്തരം അരുളി ചെയ്യും. ഇവിടെ പ്രവാചകൻ എന്ന് പറഞ്ഞ ഏലിയാവിനെ ഏലിശാനെ ഉദ്ദേശിച്ചല്ല, ദൈവവചനത്തിന്റെ എഴുത്തുകാരെയാണ് ഇവിടെ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓർത്തോണം, ഇവിടെ പ്രവാചകന്മാർ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചല്ല, പ്രവചിച്ച പ്രവാചകന്മാരെ കുറിച്ചല്ല, പിന്നെ ആരെ കുറിച്ചാണ്? ദൈവവചനം എഴുതിയ എഴുത്തുകാരെ കുറിച്ചാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർത്ത് ഒരു വാക്യം നോക്കിയാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 24. റോമാലേഖനം 16:24. പൂർവ്വകാലങ്ങളിൽ പറഞ്ഞിരുന്നിട്ട് പൂർവ്വകാലം ഒന്ന് പഴയത്തെ ഉദ്ദേശം. പൂർവ്വം നാം പഠിക്കുന്ന പ്രധാന വിഷയം തിരുവഴുത്തുകള്. അതായത് കാലഘട്ടം, ദ പ്രോഫറ്റിക്കൽ ഡേയ്സ് ഓഫ് ദ ബൈബിൾ. പഴയത്തെ ഒറ്റ പദത്തിൽ പറഞ്ഞിരിക്കുകയാണ് പൂർവ്വകാലം. പഴയകാലം. പൂർവ്വകാലങ്ങളിൽ പുതിയ നിയമത്തെ എവിടെ മറച്ചു വെച്ചു? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതാണ് ദൈവസഭ. പൂർവ്വകാലങ്ങളിൽ മറച്ചു വെച്ചു, ദൈവം അറിഞ്ഞോണ്ട് മറച്ചു വെച്ചു. പൂർവ്വകാലങ്ങളിൽ പഴയകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ടാ ഇപ്പോൾ പ്രസന്റ് കൃപായു. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗം. ഇതെന്താണ്? പഴയ എന്താണ്, പുതുമ എന്താണ്? നിത്യദൈവത്തിന്റെ നിയോഗമാണ് പുതിയ നിയമസഭ. സ്വതന്ത്രം നിത്യദൈവത്തിന്റെ ഭയങ്കര ആശയമുള്ള ഒരു ഒറ്റ വാക്യമാണ് പൗലോസ്. നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരമാണ് സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അപ്പൊ ക്രൂശിൽ യേശു കർത്താവ് രക്ഷ എല്ലാ ജാതികളും അറിയണം. സകല ജാതികൾക്കും എന്ത്? വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാർ എഴുത്തുക. അപ്പൊ പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാ? പഴയനിയമത്തിൽ എഴുതപ്പെട്ട പ്രവാചക എഴുത്തുക. പ്രവാചകന്മാർ എഴുത്തുകളാൽ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മിസ്റ്ററി മർമ്മത്തിന്റെ വെളിപ്പാടിന് അത് വെളിപ്പെടുത്തി പോകുന്ന
അനുസരണമായുള്ള എന്റെ പൗലോസിന്റെ സുവിശേഷം എങ്ങനെയുള്ളതാണ്? ഇതാ ഈ വാക്യം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം എഴുതുമറവായിരുന്നു. മനസ്സിലായോ? അത് യേശു കർത്താവ് എന്ത് ചെയ്തു? ആ മറച്ചു വെച്ചത് വെളിച്ചത് കൊണ്ടു. അതാ മുമ്പേ വായിച്ച്, അതായത് ലൂക്കോസ് സുവിശേഷം 24:45-44 വാക്യം. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ. അപ്പൊ അന്ന് വരെ എന്തായിരുന്നു? യേശു കർത്താവ് അടിച്ചതും ഉയർത്തതിന്റെ ഒക്കെ അവർക്ക് മറവായിരുന്നു തന്നെ എഴുതിയിട്ടുള്ളൂ. പുതിയ മറവാകും. എപ്പോഴാണ് തുറന്നു കൊടുത്തത്? തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ. അപ്പൊ പഴമത്തിൽ തിരുവഴുത്ത് പഴമത്തുണ്ടാകുന്നത് ഏത് തിരുവഴുത്തിനെ? ക്രിസ്തുയേശുവിൽ ഉൾപ്പെട്ട പുതുനിയമസഭ എന്ന തിരുവഴുത്ത് പഴമത്തിൽ കിടന്ന വിഷയം മറച്ചു വെക്കാതെ വെളിപ്പെടുത്തി കൊടുത്ത ദൈവം യേശു കർത്താവ്. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പൊ അത്ര നാൾ അവർ തിരുവഴുത്ത് വായിക്കുന്നുണ്ടെങ്കിൽ എന്താ തുറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കാതെ പോയത്. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടത്. അപ്പൊ ദൈവം പണ്ട് ഭാഗമായും. അപ്പൊ എങ്ങനെ പഴയ എഴുതി? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ തുടങ്ങി മലാഖി വരെ ഭാഗം. അപ്പൊ അത് ഏറ്റവും മെയിൻ വിഷയം ആരെ കുറിച്ച് പറയുന്ന? ദൈവോത്തരനാഥ ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എങ്ങനെ രേഖപ്പെടുത്തി? ഒരു ഭാഗത്തൊന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് അത് പിന്നെ വിശദീകരിച്ചോളാം. ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ പഴയ നിയമം എഴുതി. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അടുത്തത് അന്ത്യകാലം. പുതിയ നിയമം. പുതിയ മുതലുള്ള നിത്യതയാണ് അന്ത്യകാലം. അല്ല, മത്താടെ സുവിശേഷം ഉൾപ്പെട്ടത് ഈ അല്ലെങ്കിൽ കൃപായുഗം മുതൽ ഇങ്ങനെ നിത്യത പോലെ അങ്ങേറ്റം പറഞ്ഞു. കൃപായുഗ വായിച്ചാൽ അപ്പൊ അന്ത്യകാലത്ത് ആര് മുഖാന്തരം ചെയ്തത്? പുത്രൻ മുഖാന്തരം നമ്മോട് പിതാവാലയോ പ്രവാചകന്മാർ മുഖാന്തരം അറി ചെയ്ത വചനം പുതുനിയമത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം എഴുതാതെ ആര് മുഖാന്തരം ചെയ്തു? പുത്രൻ മുഖാന്തരം. നമ്മുടെ പഴയ നിയമവും പുതിയ നിയമവും ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ദൈവോത്തരനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പഴയ നിയമവും പുതിയ നിയമവും പറഞ്ഞത്. അപ്പൊ പഴയ നിയമവും പുതിയ നിയമവും പറഞ്ഞാൽ വേദഭാഗം നമ്മൾ എങ്ങനെ ദൈവനെ എങ്ങനെ പഠിക്കാൻ സാധിക്കും? ദൈവനെ പഠിച്ചിട്ടുള്ള പരാജയം. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ 24-ാം വാക്യം. മർക്കോസ് 12-24. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കഴിഞ്ഞു ചോദിച്ചാൽ ഇതിനിടയ്ക്ക് ചോദിച്ചാൽ ഇത് സമയം. സംശയം ഉണ്ടെങ്കിൽ ഏത് ഇതിനോട് ബന്ധപ്പെട്ട് ഏത് സംശയം ഉണ്ടെങ്കിൽ ന്യായമായി പറഞ്ഞാൽ. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക്കൊണ്ടല്ലയോ തെറ്റിപ്പോകും. അപ്പൊ എങ്ങനെ മനുഷ്യൻ തെറ്റിപ്പോകുന്നു? അപ്പൊ എന്തോ അറിയണം. ദൈവങ്ങളാണോ ദൈവം എന്തോണെന്നും അതിൽ ഉൾപ്പെട്ട ദൈവശക്തി എന്തോന്ന് അറിയണം. നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെ കുറിച്ച് അറിയായിക കൊണ്ടല്ലോ. അപ്പൊ ദൈവനെ പറഞ്ഞം കൊണ്ട് എന്തോ മാറും? ഉപദേശപ്പസ ഇല്ലാതിരിക്കാൻ സാധിക്കും. തിരുവഴുത്തുകളെയും ദൈവശക്തിയെ കുറിച്ച് അറിയായിക കൊണ്ടല്ലോ. അപ്പൊ മനുഷ്യൻ എന്തുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്? ആജ്ഞകൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ട് മാത്രം? വചനം അറിയാത്തതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്. അതൊരു വചനം എന്ത് ചെയ്യണം? എങ്ങനെ പഠിക്കണം വചനം? വചനം നമുക്ക് എങ്ങനെ പഠിക്കാം? 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലെ 15-ാം വാക്യം മലയാളത്തിൽ അത്ര ക്ലിയർ. ഇംഗ്ലീഷ് ബൈബിളുണ്ടോ നോക്കി നന്നായി. ഏതൊരു ഓൾഡ് ട്രാൻസ്ലേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ട്രാൻസ്ലേഷൻ അങ്ങനെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. വായിക്കുമ്പോൾ ഞാൻ പറയാം. കഴിവത് KJV-യുടെ ഓൾഡ് ട്രാൻസ്ലേഷൻ കൈവെക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അത് ഗ്രീക്കിൽ നിന്നും എബ്രായനും ഡയറക്റ്റ് എടുത്ത ഭാഷാന്തരം ഏറ്റവും ബെസ്റ്റ് അതായിരിക്കും. 2 തിമോത്തിയോസ് 2:15 മലയാളത്തിൽ അല്പം വചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം. ഇംഗ്ലീഷ് ബൈബിൾ എങ്ങനെ ഇരിക്കുന്നത്? റൈറ്റ്ലി ഡിവൈഡഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന്. തിരുവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിച്ചുകൊണ്ട്. അപ്പൊ ദൈവം എന്ത് ചെയ്യാം? വിഭജിക്കാനൊക്കത്തില്ല, ശരിയായി വിഭജിച്ച് പഠിപ്പിക്കണമെന്നാണ്. തിരുവചനത്തെ ശരിയായി വിഭജിച്ച് പഠിക്കും. അപ്പൊ ദൈവം എങ്ങനെ പഠിപ്പിക്കണം? ഓരോ ഭാഗം എടുത്ത് അത് വിഭജിച്ച് അതിനകത്തൊരു പഠനമാണ്. തിരുവചനത്തെ ശരിയായി വിഭജിച്ച് എന്ത് ചെയ്യണം? പഠിപ്പിച്ച് ലജ്ജിക്കാൻ കഴിയാത്ത
വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കണം. അപ്പൊ ഓരോ ശുശ്രൂഷന്മാർ എന്ത് ചെയ്യണം? തിരുവനത്തെ ശരിയായി വിഭജിക്കണം. ദൈവ വചനം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ 66 വർഷത്തോളം ദൈവവചനം നമുക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൽ എന്തോരം അറിയാമായിരുന്നു? ദൈവത്തെ കുറിച്ച് അറിയാമോ? ദൈവ സൃഷ്ടികളെ കുറിച്ച് അറിയാമോ? മനുഷ്യനെ കുറിച്ച് അറിയാമോ? നിത്യതയെ കുറിച്ച് അറിയാമോ? അപ്പൊ ഇതെല്ലാം എവിടെ മാത്രമേ ഉള്ളൂ? ദൈവവചനത്തിൽ മാത്രമേ ഉള്ളൂ. സ്വതന്ത്രം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി എഴുതുന്നത്. ബൈബിളിനെ കുറിച്ച് ക്ലാസ് ഒരാഴ്ച എടുക്കാം, പക്ഷെ അതുകൂടെ കയറുന്നില്ല. ബൈബിൾ ക്ലാസ് അല്ല, ബൈബിളിനെ കുറിച്ചുള്ള ക്ലാസ്. 2 വാക്യം മാത്രം പറഞ്ഞ് നിർത്താം. ഒന്നാമത് നോക്കിയാൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. പുറപ്പാട് 17-14. നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകം ഇവിടെ ആദ്യം ഇവിടെ എഴുതാൻ മോശം നീ ഇത് ഓർമ്മ നീ ദൈവമല്ലോ. അപ്പൊ മനുഷ്യൻ എന്തോടെ ദൈവം അറിയും? ദൈവത്തെ നിശ്ചിതമായ മനുഷ്യനോ മറവിയുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതണം. അപ്പൊ ദൈവം എന്ത് ചെയ്യണം? ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ. അപ്പൊ ആദ്യം പേരെഴുതാനാ ദൈവം എഴുതാൻ പേര് ആദ്യം കൊടുത്ത വ്യക്തിയാരാ? മോശയ്ക്കാണ്. മോശ പേരാ എഴുതാൻ പോകും. അപ്പൊ ആര് പറഞ്ഞാൽ എഴുതാനൊക്കത്തുള്ളൂ. എന്തിനാ? മനുഷ്യന് വേണ്ടി. എന്തുകൊണ്ടാ? ദൈവം കൊടുത്ത് ഇന്നലെ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ? 0.2% ഓർമ്മയുള്ളൂ. പറയുന്നത് ഓർക്കുന്നത് മറന്നു. അപ്പൊ എന്തിന് നീ ഓർമ്മയ്ക്കായിട്ട്? ഇനി അവസാനം എഴുതിയ മാസം ഏതാ? അവസാന മാസം വെളിപ്പാട്. ഈ വെളിപ്പാട് തുടങ്ങി എഴുതാൻ പറഞ്ഞ അതോട് അവസാനമായിട്ട് 21-7 നോക്കിയാണ്. 21-7. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ക്വാളിറ്റി എന്താന്ന് പറയുന്നത്. വചനത്തിന്റെ ക്വാളിറ്റി. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. വായിച്ചു. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കളുള്ള അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടു. 21:5. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും അപ്പൊ 66 ദിവസം എങ്ങനെയുള്ളതാണ്? ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ള തീരുമാനമുണ്ട്. ലോകത്ത് സത്യമായിട്ടുണ്ട് ഏതാ ഉള്ളത്? അതുകൊണ്ട് എഴുതി വെച്ചു. എഴുതുക, ഇങ്ങനെ എഴുതുക ഈ വചനം. നമ്മളത്ര അഭിമാനം ബൈബിൾ എടുത്തോണ്ട് പോകും. എഴുതുക. സത്യവചനത്തെ യഥാർത്ഥമായി വിവരിക്കണം. സത്യവചനം. ഈ വചനം വിശ്വാസയോഗ്യവും. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും. ഇനി ഇതെങ്ങനെ നമ്മുടെ കിട്ടും? ഈ വചനം എവിടെ വെച്ചു? ദൈവം വചനം എവിടെ വെച്ചതാ? ആവർത്തന പുസ്തകം, ആവർത്തന പുസ്തകം വചനം ദൈവം എവിടെ വെച്ചു? 31:24. ആവർത്തനം 31:24. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും. ഇത് നോക്കി. അപ്പൊ ന്യായപ്രമാണം 5 പുസ്തകം ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണ പുസ്തകം പഞ്ചഗ്രന്ഥം. ഈ ന്യായപ്രമാണത്തിലെ ഉൽപ്പത്തി മുതൽ ആവർത്തനം പറയുമ്പോൾ ന്യായപ്രമാണത്തിലെ വചനം മുഴുവൻ ഒരു പുസ്തകത്തിൽ എഴുതി. ആരെഴുതി? ദൈവം പറഞ്ഞ ആരെഴുതി? മോശ എഴുതി. അടുത്തത് യഹോവയുടെ നിയമപ്പെട്ടവൻ ചുമക്കുന്ന ലേവിയരോട് കൽപ്പിച്ചെന്നാൽ ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടത്തിനരികെ കൃപാസനത്തോട് ചേർത്ത്, നിയമപ്പെട്ടത്തോട് ചേർത്ത്. സ്വതന്ത്രം. അപ്പൊ ഇതെവിടെ വെക്കാനേ കൊള്ളത്തുള്ളൂ. മഹത്വം പറഞ്ഞെടുത്ത്. ഇത് മഹത്വത്തിന്റെ വചനമാണ്. അത് എവിടെ വെക്കണം? നിയമപ്പെട്ടത്തോട് ചേർന്ന്. നിയമപ്പെട്ടതിനകത്ത് ഈ വചനത്തിന് മറങ്ങിയ വിഷയം 10 കൽപ്പന. അതിനെ വിശദീകരണം പുതിയമോ പഴയമോ മുഴുവൻ 10 കൽപ്പനയോട് ചേർത്ത് ബാക്കി ചേർത്ത് വെക്കാൻ. അപ്പൊ എവിടെ വെക്കാനേ കൊള്ളത്തുള്ളൂ? മഹത്വത്തോട് ചേർത്ത് വെക്കുന്ന വചനം ഉപയോഗിക്കുന്ന ഈ മഹത്വത്തിനകത്ത് കയറാൻ. ആരുടെ മനസ്സിലാണ്? മഹത്വത്തോട് ചേർത്ത് വെച്ച വചനം നമ്മുടെ കിട്ടാതെ ഈ മഹത്വത്തിനകത്ത് കയറുന്നത്.
അതുകൊണ്ട് എവിടെ വരണം? ഈ വചനം നമ്മുടെ കൈവശം. ഇനി അടുത്ത പുസ്തകം ഏതാ? യോശുവ. അത് തീരുമ്പോൾ വാക്കി നോക്കി 24-ന്റെ 25, 26. 24-ന്റെ 25, 26. അങ്ങനെ യോശുവ അത് ജനവുമായി നിയമം ചെയ്തു. അവർക്ക് ശേഖരങ്ങളിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി. അപ്പൊ പഞ്ചഗ്രന്ഥം ചേർത്ത് അങ്ങനെ വചനം എഴുതിയത് ചേർത്ത് മനസ്സിലായോ? അങ്ങനെ യോശുവ ഈ വചനങ്ങൾ ആവർത്തോടെ ചേർന്ന് യോശുവ ഇങ്ങനെ വന്നു ഈ ന്യായപ്രമാണത്തോട് ചേർത്ത് അടുത്ത നോക്കിയാൽ ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴെ നാട്ടിയും വെച്ച് യോശുവ സകല ജനങ്ങളും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു. അവ തിയേറ്ററുകാരാണ് ഏത് കേട്ട് വെച്ചിട്ടുണ്ട്? ഒത്ര ഭയങ്കരമല്ലേ ഈ വചനം മുഴുവൻ ആര് കേട്ടല്ല? ഇന്ന് നമുക്ക് പറയാൻ ഈസിയാ. കൊച്ചു ഈ മൊബൈലിനകത്ത് എന്തെല്ലാം കേൾക്കുന്നു. അപ്പൊ കല്ലിനകത്തൊക്കെ വെച്ചു. ഒരിക്കൽ ജനം വിശ്വസിച്ചില്ലെങ്കിലും കല്ല് പറയും അന്ന് പറഞ്ഞ വചനം വിളിച്ചു പറയും. സമയമുള്ള ലാസ്റ്റ് ന്യായ പുസ്തകം തുറക്കാൻ വരുന്നുണ്ട്. പൊടിക്കാത്ത വെച്ചാൽ പൊടി വിളിച്ച് പറയാൻ പറഞ്ഞു. പൊടി എഴുന്നിട്ട് പൊടിക്കാത്തുള്ള റെക്കാർഡ് വരുന്ന പറഞ്ഞു പറയുന്നത്. ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ടോ? എല്ലാം വചനം വിളിച്ചു പറഞ്ഞ വചനം ആദ്യം ഏത് കേട്ടു? കല്ല് കേട്ടു. എന്നിട്ട് ഇവിടെ വെച്ചു. ഇതിനോട് ചേർത്ത ഇനി നമുക്കിനി എന്ത് ലഭിക്കണം? അവിടെ നിന്നാൽ ഇതിനെ കോപ്പി കിട്ടാൻ നമ്മുടെ കിട്ടും. അതോടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ കിട്ടുന്നില്ല നമുക്ക്. ആവർത്തനം 17-ന്റെ 14 നോക്കി. ആവർത്തനം 17-ന്റെ 14. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപാർത്ത ശേഷം. അപ്പൊ നോക്കിയാണ് ആവർത്തനത്തിൽ വെച്ച് തന്നെ എന്തോ എഴുതി? രാജ്യത്വം ഭാവി വരുമെന്ന്. അവിടെ ചെല്ലും, രാജ്യത്വം ഉണ്ടാകും, അങ്ങനെ രാജാക്കന്മാർ വരുമ്പോൾ എന്ത് ചെയ്യണം? ബാക്കി 17. അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. അടുത്തത് 17. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കും. 17 ശരിയാ. അവൻ തന്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ മക്കളിൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി. അപ്പൊ ആരുടെ ന്യായപ്രമാണം ഇരിക്കുന്നത്? ലേവ്യരായ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് മനസ്സിലായോ? അപ്പൊ ഇത് എവിടെ ഇരിക്കാനുള്ളതല്ല, കൃപാസനത്തിൽ ഇരിക്കാനുള്ളതല്ല. പിന്നെ നമ്മുടെ ഇവരാണോ? അത് നമ്മുടെ ഹൃദയത്തിലാണ്. അതെവിടെ വരണം? അത് ആവർത്തനം. വചനം നിന്റെ സമയം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ആവർത്തനത്തിൽ ഇത് എവിടെ വരണം? ഹൃദയത്തിൽ വരണം, നാവ് വരണം, ഉച്ചരിച്ചോണ്ടിരിക്കണം, ധ്യാനിക്കണം, നന്മ വരുമോ? സ്വതം. അതാണ് പഴയതും പുതുതും. ദൈവം നമുക്ക് തന്നെ സത്യവചനം. ഈ ദൈവം വചനം ഉള്ളതുകൊണ്ട് ആരെ കുറിച്ച് മനസ്സിലാക്കിയത്? ദൈവം ആരാണെന്നും സകലം പറയുന്നു. ഹോൾ ബൈബിളായി നിത്യത മുതൽ നിത്യത വരെ ഇവിടെ പോകുന്ന ഇവിടെ പറഞ്ഞ നിത്യത. അപ്പൊ ഈ ദൈവം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനമായ 3 വ്യക്തികളെ മനസ്സിലാക്കണം. ദൈവത്തിനോട് 3 വ്യക്തികൾ ഉൾപ്പെട്ട മുഴുവൻ വിഷയം. 1 മഹാദൈവം, 2 മനുഷ്യൻ, 3 പിശാച്. ഈ 3 എവിടെ വെളിപ്പെട്ടിരിക്കുന്നത് ബൈബിളിൽ? 1 മഹാദൈവം അല്ലെ ദൈവം, 2 മനുഷ്യൻ, 3 ഇനി ഈ സകല സൃഷ്ടികൾ ഉൾപ്പെടെ ഈ 3 വ്യക്തികൾക്ക് ഓരോ ഇരിപ്പിടം വെച്ചിട്ടുണ്ട് ദൈവം. അതാരും വെച്ച് വെക്കുന്ന ദൈവം വെച്ച് ഇരിപ്പിടമാണ് 3 പേർക്ക്. അതിനകത്ത് ദൈവത്തിന്റെ ഇരിപ്പിടം എവിടാണ്? ദൈവം ഇരിക്കുന്ന ഇടം എവിടാണ്? 115 സങ്കീർത്തനം 16 വാക്യം ദൈവവും മനുഷ്യനും ചേർത്ത് പറഞ്ഞ പദമാണ്. 115-16. അപ്പൊ സ്വർഗത്തിൽ ആരിയിരിക്കുന്നു? സ്വർഗം ഇങ്ങോട്ട് നോക്കിയാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് ഇത് ഇത്ര സ്വർഗമല്ല വരച്ച് കാണിച്ചത്. അളവില്ലാത്തൊരു ഏറിയാക്കി ഇങ്ങനെ നോക്കത്തത്. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ 1ാം ക്ലാസ്സിൽ പോകുമ്പോ 1ാം പാട് തല എന്ന് പറയുന്നത് ഒരു തല വരയ്ക്കും. എങ്കിലും തലയ്ക്കാത്ത കിടന്നു പിള്ളേരുടെ തലയ്ക്കാത്ത ഇവിടെ തലേന്ന് എഴുതി വെക്കുമോ?
അപ്പൊ തളകോട് കാണും തല, അപ്പൊ എങ്ങോട്ട് കയറി. അപ്പൊ ഇങ്ങനെ വരച്ച് കാണിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ? അതാ പൗലോസ് പറയുന്നത് ഗലാത്യർ 3:1, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു നിങ്ങളുടെ കണ്ണും മുമ്പ് വരച്ച് കാട്ടി ആയുസ് ഒരു വര ഒരിക്കലും മറക്കത്തില്ല, ഒരു വര ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരച്ച് കാട്ടുമാർക്ക് യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്വർഗം ആരുടെ ഇരിപ്പിടമാണ്? മഹാദൈവത്തിന്റെ ഇരിപ്പിടമാണ് സ്വർഗം. രണ്ടാം ഭാഗം നോക്കിയാൽ അതിന് തന്നെ 16 116 ഭൂമി അവൻ അത് ഇതാ ഇവിടെ പോകും. ബാക്കി പിന്നെ ചിന്തിക്കാം. ഇതും ഭൂമിയാ, അപ്പൊ നിൽക്കട്ടെ. ഇവിടെ ഇത്രയും ഭൂമി ആർക്കാ? ഭൂമി അവൻ മനുഷ്യർക്ക്. ഇനി വേറൊരാളെ കാര്യങ്ങളുണ്ട്. ആരാ? എവിടാ വാക്യം? മത്തായി 25:41. ശപിക്കപ്പെട്ടവരെ, പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന പിശാചിന് അവന്റെ നാളത്തെ ചാർട്ട് വലിയ പടമുണ്ട്. ഇപ്പൊ ഇത്രയും കണ്ടാൽ മതി. നാളത്തെ ചാർട്ട് നരകത്തിന്റെ ശരിയായ ഭാഗം മൊത്തം വരച്ചു. അപ്പൊ നോക്കരുത്. ഇതാർക്കുള്ളതാ? 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 ഒരിക്കൽ നമ്മളവിടെ കയറി കേട്ടു. ഒരിക്കൽ നമ്മളിവിടെ കയറും. ക്ലാസ് അവിടെ കയറിട്ട് തീർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ശരിയാക്കി. ഒരിക്കൽ നമ്മൾ എവിടെ കയറണം? ഒരിക്കൽ നമ്മൾ ഈ അത്യുന്നത സ്വർഗ്ഗം നമ്മൾ ഒരിക്കൽ. ഇനി വെളുപ്പാട് 20:10 നോക്കി വ്യാസിന്റെ അവസാനം നടന്ന വാക്യം. വെളുപ്പാട് 20:10 വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് തള്ളി. മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക്. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അവസാനം വാക്യം. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ. അപ്പൊ 3 സ്ഥലം. ഒന്ന് സ്വർഗം, മഹാദൈവത്തിന്റെ. 2 ഭൂമി, മനുഷ്യൻ നമുക്ക് നന്നായി പോകും. 3 നിത്യ നരകം, പിശാചിനും അവന്റെ കൂടെയുള്ള ഭൂതന്മാർ. ഒരിക്കലും ദൈവത്തിന് എന്തോ ഇഷ്ടമില്ലായിരുന്നു. മനുഷ്യനെ എവിടെ കൊണ്ട് ഇഷ്ടമില്ല. മനുഷ്യൻ സ്വയം പോയ മനുഷ്യൻ സ്വയം മാറിയായി സെലക്ട് ചെയ്ത്. ദൈവം ഒരിക്കലും മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഏതാ നരകം? ദൈവം മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതല്ല, പിശാചിന് ദൂതന്മാർക്ക് വേണ്ടി ഒരിക്കലും. പിശാചിന് അവന്റെ ദൂതന്മാർക്ക് വേണ്ടി മാത്രം. അപ്പൊ ഈ സ്വർഗം എന്ന് പറയുമ്പോ സ്വർഗത്തിന് എത്ര തട്ടുണ്ടോ? ശരിയാ, സ്വർഗത്തിന് എത്ര തട്ടുണ്ടോ? എത്ര വാക്യങ്ങളുടെ 3 തട്ട് തെളിയിക്കുന്നത്? ഏത് വാക്യം എന്നറിയാം? 3-ാം സ്വർഗം. അപ്പൊ സ്വർഗത്തിന് പേരുള്ള മാത്രം ഓരോ സ്ഥലത്തേക്ക് ചെന്നിട്ട് പേര് നോക്കുന്നതല്ല. അവിടെ വലിയ വീട് വളർന്ന വീടിന്റെ പ്ലാനൊക്കെ നോക്കിയിട്ടല്ലേ തുടങ്ങുന്നു. എങ്കിലും അവിടെ കയറാൻ നമുക്കൊരു സന്തോഷം തോന്നത്തുള്ളൂ. അപ്പൊ ആ വീടിനെ കുറിച്ച് ഒന്ന് പോകാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 2-3 പാടി. 2 കൊരിന്ത്യർ 12:2-3. ക്രിസ്തുവുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു. അപ്പൊ എത്ര സ്വർഗമുണ്ട്? 14 സംവത്സരം മുമ്പ് ക്രിസ്തുവിനുള്ള ഒരു മനുഷ്യൻ 3-ാം സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു. അടുത്തത് ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ ഒന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോടെ. അപ്പൊ 2 പേര്. 3-ാം സ്വർഗം, സ്വർഗം, പറുദീസ. അപ്പൊ ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? 3-ാം സ്വർഗം, സ്വർഗം, പറുദീസ. പറുദീസ സ്വതന്ത്രം. ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പറുദീസ. പറുദീസ സ്വതന്ത്രം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തോളം. ഇനി ആ സ്വർഗസ്ഥലത്തിന് വേറൊരു പേര് നോക്കിയാൽ 50-ാം സ്വർഗത്തിന് 2-ാം വാക്യം. 50-ൽ 2. സൗന്ദര്യത്തിന്റെ അത്ര മനോഹരമായിരുന്നു. ഇതിൽ പറയുന്ന പദം ഭൂമിയിലില്ല. സൗന്ദര്യത്തിന്റെ അപ്പൊ ദൈവം വസിക്കുന്ന സ്ഥലം. സൗന്ദര്യത്തിന് രാവിലെ സാറിന് പാട്ട് പാടില്ലേ? സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ. നമ്മൾ ആരെ ആരാധിക്കുന്നു? സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ വസിക്കുന്ന ദൈവത്തെ. ഇവിടെ കർത്താവ് കണ്ടായി കൊണ്ടിരിക്കുക.
അതോടെ പറയാൻ ശരിയാകത്തില്ലല്ലോ. നമ്മളെ കൂടെ ഒന്ന് സ്പർശിച്ച് പോകുന്നില്ലെങ്കിൽ പ്രത്യാശ ശരിയായി വരുന്നില്ലല്ലോ. കർത്താവോട് എന്തോ ഇതുകൊണ്ടിരിക്കുക. യോഹന്നാൻ 14:2 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം. അപ്പൊ കർത്താവ് എവിടെ പോയിരിക്കുക? 1-ാം സ്വർഗവും 2-ാം സ്വർഗം കഴിഞ്ഞ് 3-ാം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സ്ഥലം. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. അപ്പൊ നമുക്ക് എന്താ ഒരുക്കാൻ പോയിരിക്കുക? കർത്താവ് ഒരിക്കൽ ബില്ലിഗിരാവ് ശക്തമായിട്ട് സുവിശേഷത്തെ കുറിച്ച് നിത്യതയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കർത്താവ് സ്ഥലം ഒരുക്കുന്നു, അവിടെ കൊണ്ടുവന്നു. ഇവിടെ ഉണ്ടല്ലോ ഈ ഗുണമില്ലാത്തത് കൂസുകൾ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. ഒരു പരിഹാസി വന്ന് ബില്ലിഗിരാവോട് ചോദിക്കുക, പ്രസംഗം നന്നായിരുന്നു, നിങ്ങളുടെ തച്ചനായ യേശു ഇന്ന് എന്തോ ചെയ്യുക? അപ്പൊ അയാൾക്ക് എത്ര അറിയാം യേശു ആരാ? തച്ചന്റെ പോരാൻ മാത്രമേ. നിങ്ങളുടെ തച്ചനായ യേശു ദൈവാത്മാവ് കർത്താവ് നേരത്തെ തക്ക സമയം ദൈവാത്മാവ് തൂന്ന് ഒരുങ്ങിയിരുന്നോളാണ്. ഉടനെ മറുപടി പറഞ്ഞു, ബ്രദർ, നിനക്ക് വേണ്ടി ശവപ്പെട്ടി ഒരുക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഉറക്കം ഒരുക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയുള്ള മറുപടി? അപ്പൊ തച്ചനായ യേശു എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക? നിനക്ക് വേണ്ടി ശവപ്പെട്ടി കൊടുക്കുക, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഉറക്കം കൊടുക്കുക. അപ്പൊ രണ്ട് കാര്യം ചെയ്യും. ഒന്നുകിൽ നരകം, ഇവിടെ ഭൂമിയുടെ നാളെ ചിന്തിക്കാം. ഒന്നാമത്തെ അടുത്തിട്ട് ഇവിടെ പാതാളം പറയാം, അങ്ങോട്ടാണ് നമ്മുടെ ബുദ്ധിമാരുടെ ജീവിതം മേളോട്ട് രണ്ടായിട്ട് എന്നെ തിരി. അപ്പൊ നമുക്ക് വേണ്ടി എന്താ ഒരുക്കുക? അതാണ് പിതാവിന്റെ മഹിമയുടെ വരവാണ്. സ്വതന്ത്രം, അതാണ് പിതാവിന്റെ മഹിമയുടെ വലത്തു ഭാഗത്ത് എന്തോ ഒരുക്കാൻ പോയി. മർക്കോസ് 16:19 നോക്കിയാണ്. ഇനി ഞാൻ ഉന്നത ഭാഗം പൗലോസ് തന്നെ 3-ാം സ്വർഗവും പർദീസാണ് പൗലോസ് തന്നെ പറഞ്ഞ വിഷയം ഒന്ന് ചിന്തിക്കാം. മർക്കോസ് 16:19 വായിച്ചിട്ട് പൗലോസിന്റെ വിഷയത്തിൽ വരാം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. അത് ദൈവത്തിന്റെ വലത്തു ഭാഗം. സ്വതന്ത്രം, ദൈവത്തിന്റെ കർത്താവ് ഒരു സ്ഥലം ഇവിടെ ദൈവത്തിന്റെ വലത്തു ഭാഗം. മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നമുക്ക് സ്ഥലം കൊടുക്കുന്നു. മഹത്വത്തിന് ഇനി ആ സ്ഥലത്തിന് ഉയരം നോക്കാം. പൗലോസ് പറഞ്ഞു, ഞാൻ എവിടെ വരെ എടുക്കപ്പെട്ടെന്ന് ചെന്ന വ്യക്തിക്ക് പറയാനൊക്കെ പറ്റുന്നു. ചെന്ന വ്യക്തിയാ പറഞ്ഞാൽ എവിടെ വരെ എടുക്കപ്പെട്ടെന്ന്. അപ്പൊ കണ്ട വ്യക്തിക്ക് എഴുതാനൊക്കെ പറ്റുന്നു. സ്വതന്ത്രം. എഫേസ്യർ 1:20-21-22 നോക്കാം. എഫേസ്യർ 1:20-21-22 20-21 മാത്രം വായിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട നാമത്തിനും അത്യന്തം മീതെയുള്ള സ്ഥലം. സ്വന്തം. അപ്പൊ പൗലോസ് എന്താ പറയുന്നത്? 3-ാം സ്വർഗ്ഗം പർദീസ, അത്യന്തം മീതെ ഉള്ള സ്ഥലം. എവിടെ ഇറങ്ങിയിട്ട് അവിടെ പോയെന്നോ ചിന്തിച്ച് വരിക. എന്തിനാ അവിടെ ഇറങ്ങിയത്? എവിടെ ഇറങ്ങിയിട്ട് അവിടെ പോയി? എന്തിനവിടെ ഇറങ്ങി? എഫേസ്യർ 4:10 കിടപ്പുണ്ട്. എഫേസ്യർ 4:10 എവിടെ ഇറങ്ങിയിട്ടാ പോയത്? ഇറങ്ങിയവൻ സകലത്തെ നിറയ്ക്കേണ്ടതിന് കർത്താവ് ഇറങ്ങിയ സ്ഥലമായത്. സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനും ആകും. ഇറങ്ങിയവൻ സകലത്തെ ഇവിടെ ഇറങ്ങിയത്. പഴയ വിശുദ്ധന്മാർക്ക് സുഖിച്ച സ്ഥലം ഇവിടെ ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനാകും. അപ്പൊ ഇവിടെ നിത്യതയ്ക്ക് മീതെ സിംഹാസനമായിട്ടിരിക്കുന്നു. സ്വർഗാദി സ്വർഗത്തിന് മീതെ സിംഹാസനം ആയിരിക്കുകയാണ്. അവിടാണ് ദൈവം തമ്പുരാനിട്ട സിംഹാസനം. സ്വത്രം. അതാണ് 66 സ്വർഗമുള്ള സിംഹാസനം. ഭൂമിയുടെ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഈ മഹത്വത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലത്താണ് നാം ഇരിക്കുന്നത്. അപ്പോൾ എന്ത് പ്രാപിക്കണം? മഹത്വം പ്രാപിക്കാതെ ഇവിടെ പാനൊക്കത്തില്ല.
സ്വർഗാദി. ഇനി ഭൂമി നിത്യത എവിടെ ഇരിക്കുന്നു? ഭൂമി നിത്യത ഉണ്ടോ? ഭൂമി നിത്യത എവിടെ ഇരിക്കുന്നു? നോക്കിയൊക്കെ എവിടാണ്? സഭാപ്രസംഗം 3:11. അവൻ സകലവാദത്തിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. നമ്മുടെ ദൈവമാണ് അതിനെ ഭംഗിക്ക്. അതാ ഒന്നിനൊക്കെ വിചാരപ്പെടാം. എല്ലാവരും സമയത്ത് അമ്പത്ര ഭംഗി ചെയ്തു പ്രാർത്ഥിച്ചാൽ മതി. അവൻ സകലവും കുഞ്ഞുങ്ങളെ തന്നെ വളർത്താൻ അറിയാം. എല്ലാ കാര്യവും അതിന്റെ സമയത്ത് ഭംഗിക്ക്. അവൻ ആ സകലവും അതതിന്റെ അടുത്ത നിത്യത നമ്മൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ചിന്തിച്ചു നോക്കിയോ? ചിന്തിച്ചു നോക്കി. ദൂരന്റെ ഹൃദയത്തിൽ വെച്ചോ? വേറെ ആളുകളുടെ ഹൃദയത്തിൽ വെച്ചോ? ഏറ്റവും വലിയ ദൂരന്മാർ കെറൂബിന്റെ ഹൃദയത്തിൽ വെച്ചോ? സെറാബിന്റെ ഹൃദയത്തിൽ വെച്ചോ? എവിടെ വെച്ചു? ഭംഗിയായി എവിടെ വെച്ചിരിക്കുക? അപ്പൊ നമ്മൾ എന്തോ കൊണ്ടാ പോകുന്നത്? നമ്മൾ നിത്യതയും കൊണ്ടാണ് നമ്മൾ പോയത്. അപ്പൊ നമ്മൾ എന്തോ കൊണ്ടാ പോകുന്നത്? നിത്യതയും. അപ്പൊ മനുഷ്യൻ ആരാ? ഈ സൃഷ്ടിപ്പായ 8ാം സങ്കീർത്തനത്തിന് 6 കുറവാക്കി 5 സങ്കീർത്തനം 8ന്റെ 5. അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം നമ്മളെ കുറിച്ച് പറയുന്ന വാക്യം. അതിന് ഓർത്ത കുറച്ച് വെച്ചാൽ ആരോട്? ഭക്തരെ നീ ഓർക്കേണ്ടതിന് അവൻ നമ്മളെ ഓർക്കേണ്ടതിന് അവൻ മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ ശരിയായ ഭാഷ, എബ്രായ ഭാഷ ഡയറക്റ്റ് ഭാഷ എന്നല്ല, ശരിയായ ഭാഷ എന്നല്ല, ദൂതന്മാരല്ല, ശരിയാ. നീ അവനെ ദൈവത്തേക്കാൾ. അപ്പൊ എത്ര ഭാഷ കിട്ടിയിട്ടുള്ളൂ? ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അതിന്റെ ഇതാകാം. ഈ ആളാവൂടെ വായിക്കാം കേട്ടോ. മഹത്വമാണ് തേജസ്സും ബഹുമാനവും അവരെ അടുത്തത്. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഭൂമിയിലുള്ള സാധനം ഏറിയ നോക്കിയാൽ ആടുകളെയും കാളുകളെയും എല്ലാം കാട്ടിലെ മൃഗം, നാട്ടിലെ മൃഗം, സമുദ്രത്തിലെ എല്ലാം ആകാശത്തിലെ പദം. അതായത് മേള് പോലെ ഇത്രയും ഭാഗം മുഴുവൻ നമ്മളെ തന്നിരിക്കണം. ആദാമിന്റെ മൊത്തം. അതുപോലെ നീ മനുഷ്യനെ ഓർക്കേണ്ടത്. അപ്പൊ മനുഷ്യന് ദൈവം എന്ത് കൊടുത്തു? തേജസ് കൊടുത്തിട്ട് ഭൂമിയുടെ സർവാധിപത്യത്തിന്റെ ചക്രവർത്തിയായി വാഴിച്ചു. സ്തോത്രം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 26-27. ഉൽപ്പത്തി 1-ന്റെ 26-27. അനന്തരം ദൈവം ഇതാ മനുഷ്യനെ ഓർക്കുന്നത് എന്താ? അല്പപാത്രം താഴ്ത്തുന്ന അനന്തരം ഏകോഹയും അല്ലെങ്കിൽ ത്രിയേക ദൈവം നാം, ഞാനല്ല, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നാം എത്ര സാധനം? 3 നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇടയുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇതാണ് സംഘത്തിന്റെ പരമാവധി. ഈ മുഴുവൻ വാടിച്ച് ആരെ ഏൽപ്പിച്ചതാ? മനുഷ്യന് ദൈവം നൽകി. ഇങ്ങനെയാണ് ദൈവം മനുഷ്യന് ഭൂമിയെ നൽകി. അപ്പൊ ഭൂമി ആരേതാ? ഭൂമി ദൈവം മനുഷ്യനെ നൽകി. എന്നാൽ നാം ദൈവസ്ഥന് നഷ്ടപ്പെട്ട സ്ഥാനത്ത് നമ്മെ അവിടുന്ന് ദൈവം മടക്കി വരുന്നത്. നമ്മെ അവിടുന്ന് ദൈവം മടക്കി. അപ്പൊ ദൈവത്തിന് അപ്പം ഒരു പ്രത്യേക ക്വാളിറ്റി എന്താ? ദൈവത്തിലുള്ള പ്രത്യേക ക്വാളിറ്റിയാണ്. യെശയ്യാ 46-ാം അധ്യായത്തിന്റെ 8-ാം യെശയ്യാ 46-ന്റെ 8. ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പീൻ. 46-ന്റെ 6-ാം വാക്യം. 46-ന്റെ 6.
അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു. ഒരു മിനിറ്റ് ചെയ്യാപ്പെടുന്നത് 42-ന്റെ യഹോവ അത് തന്നെ എന്റെ നാമം. യഹോവ അത് തന്നെ അടുത്തതാണ്. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. എന്തോ മഹത്വത്തെ മാത്രം തൊട്ട് കളിക്കുന്നു. ഞാൻ എന്റെ മഹത്വം ഒടുവിൽ ആർക്കും കിട്ടും. ആരും കിട്ടും. ഇതിപ്പോലെ നമുക്ക് നേടാൻ ഞാൻ എന്റെ മഹത്വം വേറെ ഒടുവിൽ ആർക്ക് ലഭിക്കും? മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു ആരിൽ വസിക്കുന്നു അവിടെ. അല്ലെ കൊലോസ് 1:27 ആര് വസിക്കുന്നു? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അവർക്ക് എന്തോ കിട്ടും. എപ്പോൾ ലഭിക്കും? അതാണ് പ്രത്യാശ വിഷയം. അതാണ് 1 യോഹന്നാൻ 3:2. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് അവനെ പോലെ ലൈക്ക് ഫാദർ ലൈക്ക് സൺ, അവനെ പോലെ. അപ്പൊ നാം ഇതാണ് നാം മരിക്കുമ്പോ പറയുന്ന മഹത്വത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഇവിടെ പ്രവേശിച്ചത് മഹത്വത്തിൽ പ്രവേശിച്ചു. മഹത്വത്തിൽ. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? അപ്പൊ യുഗങ്ങളെ ഈ പർവ്വത്തോട് ബന്ധപ്പെട്ട് 3 ഏറിയ. 1 നിത്യത, 2 ഭൂമി, 3 പാതാള നരകം. ഇനി യുഗങ്ങളുടെ സൃഷ്ടിതാവാകുന്ന കർത്താവ് എന്ത് ചെയ്യും? മുമ്പ് എബ്രായർ 1:1-2 വാക്യം വായിച്ചു. ദൈവം വന്ന് ഭാഗമായും വിവിധമായും പ്രവാചക മുഖാന്തരം പിതാക്കന്മാരുടെ അത് ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അത് ചെയ്യും. അവിടെ നോക്കിയാൽ എബ്രായർ 1:2 വായിച്ചു. 3 വാക്യം. അപ്പൊ പുത്രൻ ആരാണ്? അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും അപ്പൊ ആരാ? സകലത്തെയും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. സകലത്തെയും. അപ്പൊ സകലം ആരായില്ല. ഇത്രയും മുഴുവൻ സൃഷ്ടിപ്പ് മുഴുവൻ ആരായില്ല. ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. സകലത്തിന്റെ സൃഷ്ടിതാവാര ദൈവം. സകലത്തെ സൃഷ്ടിതാവ്. കൊളോസ് 1:15. കൊളോസ് 1:15. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ മൃഗം. അവൻ അദൃശ്യനായ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ ആരുടെ മൃഗനെ ഉണ്ടാക്കണം. മനസ്സിലായ? ഒരു പ്രതിമ ഉണ്ടാക്കാൻ ആരെ കൊണ്ടാണ് എത്തുന്നത്? എത്ര ഉന്നതനാകുന്ന പ്രതിമ ഉണ്ടാക്കുന്ന ശില്പിയാണെങ്കിലും അവൻ പ്രതിമ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പറയുന്ന ആരുടെ പ്രതിമ ഉണ്ടാക്കണം? ഇന്നാളിൽ ആ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. നമ്മൾ ആശയം മനസ്സിലായോ? അപ്പൊ ആരെ കാണാതെ പ്രതിമ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ആളിനെ കാണാതെ ആളിന്റെ പ്രതിമ. അപ്പൊ ദൈവത്തെ കാണാതെ പ്രതിമ ഉണ്ടാക്കാൻ ആരെ ഒന്നും കഴിയത്തില്ല. അതുകൊണ്ടായിട്ട് ദൈവം പറയുന്നത് ആരുടെയും പ്രതിമ ഉണ്ടാക്കല്ലേ, ആരാധിക്കാൻ. കാരണം ഓൾറെഡി ഒരു പ്രതിമ നിത്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലായോ? അതുകൊണ്ട് എന്താ പറയുക? ഞാൻ ഓൾറെഡി ഒരു പ്രതിമ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ദൈവത്തിനാണ് യേശു. അതെ പറഞ്ഞ വായിക്കും. ഇപ്പൊ ചെല്ലി വായിച്ചാൽ അത് ഒന്നോ വായിച്ചു. ഒന്നും വായിച്ചാൽ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യൻ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആരംഭം കുറിച്ചവൻ. ആ സകല സൃഷ്ടിക്കും അതാണ് ആദ്യം കരുതുകയോ അൽഫ. ഒരു മിനിറ്റ് ക്ലാസ് ആയിട്ട് സ്പീഡ് വായിക്കല്ലേ. ആരംഭം കുറിച്ചത് എന്തറിയാം? അത് അൽഫയാണ് ഒമേഗ. അതാണ് ആരംഭാതി ദൈവം എന്ന് പറഞ്ഞിട്ട് വെളിപ്പാട് 22:10 ഞാൻ ഒമേഗയാണ്. ആരംഭം പറഞ്ഞത് അവസാനം. ഞാൻ ആരംഭം തന്നെ അവസാനമാണ്. അത് ഞാൻ തയ്യാറാക്കി. എല്ലാവരും കൈ കർത്താവിന്റെ കർത്താവ് ഇങ്ങനെ കൈ വെച്ചാൽ മുഴുവൻ നിത്യത മുഴുവൻ ഉണ്ട്.
ഭൂമിയുടെ പാതാളം മുഴുവൻ, സ്വർഗവും ഭൂമിയും പാതാളം അവരെ കൈക്കത്തും. സ്വർഗവും ഭൂമിയും പാതാളം എവിടെ ഇരിപ്പുണ്ട്? എല്ലാവരുടെ ആലയില്ല. അവിടെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും അവിടെ സിംഹാസനങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും. ഇനി കൊളോസ് 2:9 അവളല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും അതാ യേശു കർത്താവ് യോഹന്നാൻ 14 എന്നെ കണ്ടവൻ പിതാവിനെ, എന്നെ കണ്ടവൻ പിതാവിനെ. അപ്പൊ ആ യേശു കർത്താവ് എന്ത് ചെയ്യും? അതാണ് യോഹന്നാൻ 1:1 കണ്ടത്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടെ ആയിരുന്നു, സകലം അവൻ മുഖാന്തരമുള്ളതായി, ഉളവായ ഒന്നും അവനെ കൂടാതെ ഉളവായി. ദൈവമായിരുന്നവൻ എല്ലാം ഉളവാക്കി. ആ ദൈവം എന്ത് ചെയ്യും? അതാണ് അതിന് നല്ല ഇൻട്രൊഡക്ഷൻ. അതിന് 14 പറയുന്നത് വചനം. യോഹന്നാൻ എഴുതിയ ഭാഷയുടെ പലകളായി ഞാൻ പറയാം. വചനം ഇടപെടുത്ത് കൃപയും സത്യം എന്ന് പറഞ്ഞായി നമ്മുടെ ഇടയിൽ കൂടാരം വിളിച്ചു. പറഞ്ഞത് ശരിയല്ല, മലയാളത്തിൽ അത്രയും ചെയ്തത് സ്വത്രം അത്രയും ഞാൻ നോക്കി. രണ്ട് ഇംഗ്ലീഷ് 2 ലൈൻ ഒന്നിച്ച് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ഇത്രയും ചെയ്തതല്ല ആരാധന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കണ്ടുപിടിച്ചാൽ ആ ദൈവം എന്ത് ചെയ്തു? വചനം ജഡമെടുത്ത് കൃപയും സത്യവും നമ്മുടെ ഇടയിൽ കൂടാരം വിളിച്ചു. 33.5 വർഷം കൂടാരം പൊളിച്ച് വീഴും. അപ്പൊ കൂടാ എത്ര നാളെ ഉള്ളായിരുന്നു? 33.5 വർഷം കൂടാരം വിളിച്ചു. അത് കഴിഞ്ഞോ ആ കർത്താവിനോട് കൂടാരം അടിക്കാൻ ശിഷ്യന്മാർ നോക്കി. 3 പേർ, പത്രോസ്, യാക്കോബ്. കൂടാരം അടിപ്പിച്ചു. ഇവന്റെ പ്രിയപുത്രനുണ്ടാവും. പെട്ടെന്ന് സ്വർഗ്ഗമാണ് ഇവരത്. അപ്പൊ നമ്മുടെ കൂടാരത്തിൽ ആരും പാർക്കത്തില്ല, മഹാദൈവം പാർക്കത്തില്ല. എത്ര വർഷം പാർന്നു? നമുക്ക് വേണ്ടി 33 വർഷം. വചനം ജഡമെടുത്ത് കൃപയും. നമ്മളെല്ലാവരും പള്ളിയിൽ നോക്കണം. പിതാക്കന്മാരൊക്കെ പള്ളിയിൽ ചുള്ള കൊടുക്കുന്നുണ്ട്. മറിയാമെന്ന് മാംസം ധരിക്കുകയും നീളിപ്പോകും. മറിയാമെന്നാണ് മാംസം ധരിച്ചത്. ഇതാ ശരി, വചനം ജഡമെടുത്തത്. അത് നിങ്ങൾ തിരുവൃത്തികളെയും ദൈവശക്തിയെ കുറിച്ച് അറിയാവുകൊണ്ട്. അപ്പൊ എങ്ങനെ ജഡമെടുക്കണം? അറിയാവുന്നല്ല, പിന്നെയോ സത്യദൈവം വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. അപ്പൊ എങ്ങനെ ജഡമെടുത്തത്? മഹാദൈവം വചനം മറിയോ ചെയ്ത് ഞാൻ പുരുഷനെ അറിയാൻ ഈ അത്ഭുതം എങ്ങനെ നടക്കും? ഞാൻ പുരുഷനെ അറിയായ ഈ വിഷയം എങ്ങനെ നടക്കും? നോക്കിയാൽ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 33-34. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും ശരിയാ. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ചോദിച്ചു. പറഞ്ഞത് നല്ലതാ, പക്ഷെ ഞാൻ അന്ന് വരെ നടക്കാത്ത സംഭവം പറഞ്ഞത്. ഞാൻ പുരുഷനെ അറിയാൽ ഇത് എങ്ങനെ അറിഞ്ഞു എങ്ങനെ സംഭവിക്കും? ശരിയായിട്ട് പറഞ്ഞു കൊടുക്കും. ദൂതൻ പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. പറഞ്ഞു പരിശുദ്ധാത്മാവും നിന്നവൻ. അപ്പൊ യേശുവിടെ ഇങ്ങനെ വചനം ജഡമെടുത്ത സമയം ലൂക്കോസ് 1:34. പരിശുദ്ധാത്മാവും നിന്നവൻ വരുത്തത്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ നിഴലില്ല, സ്വരൂപമില്ല. നമ്മൾ പോകുമ്പോൾ നമ്മുടെ നിഴലാണ് സ്വരൂപമുണ്ടാവില്ല. അപ്പൊ പിതാവായ ദൈവത്തിന് നിഴലായ സ്വരൂപമായ ക്രിസ്തു ശക്തമായ വാക്യമാണ്. പക്ഷെ എടുത്ത് വെളുപ്പാളൊന്നും വ്യാഖ്യാനിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് നിന്നവൻ, അത്യുന്നത ശക്തി നിന്നവൻ, പിതാവായ ദൈവത്തിന്റെ നിഴൽ. അത്യുന്നത ശക്തി നിന്നവൻ. അടുത്തത് ആകയാൽ ഉത്ഭവിക്കുന്ന ജനിക്കുന്നവരെ വായിച്ചു. നമ്മൾ ജനിച്ചവനാ. ആ
ഉത്ഭവിക്കുന്ന കാരണം ചേർത്ത് അതായത് പ്രാർത്ഥിക്കണേ ചേർത്ത് മീക 5:2 പറയുന്നുണ്ട്. അവന്റെ ഉത്ഭവം നിത്യതയുള്ളതാണ്. അവന്റെ ഉത്ഭവം നിത്യനായ സ്വന്തം വായിച്ചു ഇപ്പം വായിച്ചു ഞാൻ ചേർത്തൊക്കെ തീർത്തില്ല. ആദ്യം ഉത്ഭവിക്കുന്ന മനുഷ്യപ്രജയല്ല, നമ്മൾ മനുഷ്യപ്രജയാണ്. മനുഷ്യപ്രജയല്ല, വിശുദ്ധ പ്രജ സമം ഇങ്ങനെ വചനം കൊടുത്തു. നമ്മളെല്ലാം മനുഷ്യപുത്രന്മാരാണ്. ജനിച്ചപ്പോൾ യേശു കർത്താവ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജാസഭം ദൈവപുത്രനെന്ന്. ഇതാണ് വചനം ജഡമെടുത്ത ദൈവപുത്രനാണ്. അവരാണ് സകലത്തിന്റെ സൃഷ്ടികൾ. അതുകൊണ്ട് എവിടെ ഉണ്ടായിരുന്നു സദൃശവാക്യം 8:22. സദൃശവാക്യം 8:22. യഹോവ പണ്ടുകൊണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആരംഭം കുറിച്ചു. എപ്പോഴാ നിത്യത? പണ്ട് ആരംഭം പണ്ട് തന്റെ വഴികളുടെ അത് സൃഷ്ടിപ്പിന്റെ ആരംഭം അല്ലെങ്കിൽ ആൽഫ. യഹോവ പണ്ട് തന്റെ വഴിയുടെ ആരംഭമായി എന്നെ കൂളമാക്കി. അതിനർത്ഥം ദൈവം പുത്രനെ ജനിപ്പിച്ചത് പിന്നെ അവനാ സകലവും ആരംഭം കുറിച്ചത്. വഴിയുടെ ആരംഭമായി. അതുകൊണ്ടാണ് ഞാൻ അൻപയും ഞാൻ ആരംഭവും അവസാനവും. അതുകൊണ്ടാണ് 31:1 ആദി ദൈവം പണ്ട് വഴിയുടെ ആരംഭമായി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഒന്നാമത് യുഗം ഏതാ? സൃഷ്ടിപ്പ് യുഗം, ക്രിയേറ്റീവ്. ഒന്നാം യുഗം ഏതാ? ക്രിയേറ്റീവ്. യഹോവ പണ്ട് തന്നെ വഴിയുടെ ആരംഭമായി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ദൈവ സൃഷ്ടികളും. ആകാശം അല്ലെങ്കിൽ ആദ്യ ദൈവം ഇംഗ്ലീഷിൽ ഹെവൻസ് ഉണ്ട്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് എന്ന അർത്ഥം. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടി. അപ്പൊ ആകാശങ്ങൾ അത് ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം. മൂന്നാം സ്വർഗം നിത്യത. രണ്ടാം സ്വർഗം ഏതാ? നക്ഷത്രമണ്ഡലത്തിൽ ഉൾപ്പെട്ട ദൂതന്മാരുടെ സാന്നിധ്യം ഉൾപ്പെട്ട് കയറിയ അത് രണ്ടാം സ്വർഗം. ഒന്നാം സ്വർഗം മേഘമണ്ഡലം, നക്ഷത്രമണ്ഡലം, സ്വർഗാദി സ്വർഗം. അപ്പൊ നിത്യത സൃഷ്ടിയല്ല, നിത്യത താഴെയുള്ള സൃഷ്ടികൾ. മനസ്സിലായി? നിത്യത എന്തല്ല? നിത്യതയ്ക്ക് ആരംഭമില്ല, അവസാനമില്ല. നിത്യതയെ പോലെ. എന്നാൽ അതിന്റെ താഴ്വശത്തുണ്ട് നിത്യത ഇന്ന് മാറി കയറിയിട്ടില്ല. നിത്യത ഇന്നും നിത്യത ആരെയുള്ളൂ? ത്രിയേക ദൈവം മാത്രമേ ഉള്ളൂ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3:13 വാക്യം. യോഹന്നാൻ 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യത്വത്തിനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പൊ നിത്യതകാലം കയറിയിട്ടുള്ളൂ. ഇത്ര ഭംഗിയായ വാക്യം. ഇറങ്ങി വന്നവനാ പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നവനായി, സ്വർഗത്തിൽ ഇറങ്ങി വന്നവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും ഒരിക്കലും അവിടെ പ്രവേശിക്കും. ദൂരം വെളിയില്ല, ഇന്നും വെളിയില്ല. സ്വതന്ത്രം. നമുക്ക് അത്ര ഞാനുള്ളൂ. ബാക്കി അവിടെ ചെന്നില്ല. നമുക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ അപ്പുറം ഇപ്പോഴും ചിന്തിക്കാണ്. ദൂരം എവിടാ? നമ്മളോ അകത്ത് ഒരിക്കൽ അകത്ത് കയറും. എവിടെ കയറും? അവിടെ അവൻ നടവെടുക്കുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറുമ്പോ പെൺകെട്ടിയാരോ ഇങ്ങനത്തെ പാട്ടെടുത്തിട്ട് കേട്ടോ. പഴയൊരു 10 പാട്ടെടുത്തു. ആര്യവർ രാജ്യത്തോടൊപ്പമായി പന്തിരിപ്പതും സത്യസമായിരിക്കുന്നത്. ദൂതൻ വെളിയിൽ നിന്ന് പാടുന്ന പാട്ടാ. ദൂതന്മാരെ വെളിയിൽ നോക്കുമ്പോ സഭ എവിടെ ചെന്നു? കർത്താവിന്റെ കാരണവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രത്യാശയോടെ ഭക്തൻ എഴുതി ആര്യവർ ആരായിരിക്കുന്നത്? ദൂതന്മാരെ പറയുന്നത്
വെളിപ്പിക്കുന്നു. രാജ്യങ്ങളോടൊപ്പമായി പന്തിരിപ്പത് മറുപടി സത്യസഭ എങ്ങനെ രാജ്യങ്ങളോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ എന്റെ സുരാജ്യൻ ചിന്തിയ രക്തത്തിൽ തമ്പുരാൻ ചിന്തിയ രക്തത്തിൽ ഫലമാം വിശുദ്ധ സംഗമത്രേ. യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ഫലമായ സമൂഹം അവർക്ക് തരുന്നു. ആരാണ് ചെല്ലത്തുള്ളൂ? ഒരിക്കൽ നമുക്ക് അവിടെ അതാ പത്രോസപ്പോസ്തലൻ പറഞ്ഞത്, അവര് ദൈവത്തിന്റെ ദൂതന്മാരും കുഞ്ഞു നോക്കുന്നു. നമ്മളിവിടെ ഇരിക്കും, അകത്ത് ദൈവന്മാർ കുഞ്ഞു ഏറ്റവും വലിയ ആരാധന ആരാധന നമ്മുടെ വെളിയിലെ ദൂതൻ ആരാധിക്കുന്നു. ഒന്നാമത് എത്രമാത്രം ശക്തമായിട്ട് ആരാധിക്കുന്നു. സുപ്രസിദ്ധ പ്രവർത്തിക്കുന്നതായ ഡിയലും കൂടി അദ്ദേഹം തിങ്കളാഴ്ച എങ്ങും പോകത്തില്ല. ഇവിടെയൊക്കെ വലിയ പ്രസംഗത്തിന് പാഠമൊക്കെ ആഴം മാന്തെങ്കിലും അടിത്തറ മനസ്സിലാക്കും. നമുക്ക് പ്രസംഗാനാണ് തിങ്കളാഴ്ച 24 hours അദ്ദേഹം എങ്ങും പോകും. എന്തോ പുറകെ പോകാം. 24 മണിക്കൂർ പുള്ളിക്കൊരു പ്രയർ റൂം ഉണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പവർ മേടിക്കും. 6 ദിവസത്തെ ശക്തി. ഭാര്യയോട് പറഞ്ഞിട്ടുള്ള ഭൂമിയിൽ ആര് വന്നാലും സ്വർഗത്തിലെ ദൂതം വന്നാലും എന്റെ മൂടി തുറന്നേക്കണം. ഒരു പ്രാർത്ഥന എത്രമാത്രം പോകാം. നമ്മൾ അത്രയും ചിന്തിക്കുന്നുണ്ട്. ഇല്ലാത്ത ഫോണല്ല അന്നേരം വരും. എന്റെ അനുഭവം കൂടെ പറയാം. പ്രാർത്ഥിക്കാൻ ശരിയായിരുന്നു എവിടെ നോക്കും എല്ലാം ഇല്ലാത്ത ഫോൺ കൂടെ കയറി വരും. അപ്പൊ പിശാചിന്റെ പണിയാ ഫോണം വരുന്നല്ല. പക്ഷെ ഇവന്റെ പണിയെന്തോ വിളിക്കുന്ന പാവങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കെന്തോ ശ്രദ്ധ കളയാനുള്ള വലിയ മാർഗം. ഒരിക്കലും സാധാരണ ഒരു മനുഷ്യൻ അവിടെ വന്നു കർത്താവിന്റെ ദാസനെ കാണാൻ പോകുന്നത് പാടി പറഞ്ഞു, ഇന്നല്ല അതന്നെ ഇന്നത്തെ പക്ഷേ പ്രാർത്ഥിക്കുക കാണണമല്ലോ. സ്വർഗത്തിൽ ദൂരം വന്നാലും തുറക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഉള്ള ഈ വന്ന ഈ ദൈവദാസൻ പറഞ്ഞ് ദൂതനേക്കാൾ വലിയൊരാളെന്ന് പറഞ്ഞേക്കണേ. നമ്മുടെ നാടന്മാരെ പക്ഷെ അമ്മാമ്മയ്ക്ക് അത്രയും കത്തിയില്ല. അമ്മാമ്മയ്ക്ക് ഇതിന്റെ ഭേദപരിജ്ഞാൻ അത്രയും അങ്ങോട്ട് ഗ്രാഹ്യം. അമ്മാവൊന്ന് വയ്ക്കാത്തുള്ളൂ. ഈ പുള്ളിയാണ് ദൂതനേക്കാൾ വലിയാണ് എന്റെ മുന്നേ വന്ന്. അപ്പൊ അമ്മാമ്മയുടെ ഏറ്റവും വലിയ പുള്ളിയാരാ? ദൈവം കഴിഞ്ഞ ദൂതന. ഈ ഓടി അങ്ങോട്ട് കളഞ്ഞിട്ടല്ല ഇടി. ആരാ വന്നിരിക്കുന്നത്? ഡിയൽമൂടി എന്താ വന്നിരിക്കുന്നത്? ദൂരം വന്നാലും ഡിയൽമൂടി അല്പം മാനസികമാണ്. എടി ഞാൻ നിങ്ങളോട് എന്താ സ്വർഗത്തിൽ ഡിയൽമൂടെ വേദവസ്ഥ അറിയാവുന്നാരോ പഠിക്കാൻ നിൽപ്പുണ്ടല്ലോ. വേദവസ്ഥ അറിയാവുന്നാരോ പഠിക്കാൻ വന്ന് ഓടി വന്നപ്പോ അദ്ദേഹം സോറി അമ്മാവ് ഇത്രേ പറഞ്ഞു. ദൂതം പോലെ വന്നാലും ദൂതന്മാർ പോലും കുടിഞ്ഞ് നോക്ക് നാരായണ നമുക്ക് തന്നിട്ട് നമ്മൾ ദൂതന്മാരൊക്കെ വലിയവരല്ലേ. അപ്പൊ നമ്മളാരാ? അപ്പൊ നമ്മളെ ആരായത്തിന്റെ ദൂതന്മാരുടെ ഇങ്ങനെ അയ്യോ ഞങ്ങൾക്ക് പോലും എന്തോ കിട്ടിയില്ല. വീണ്ടെടുപ്പ് രക്തം വീണിട്ടില്ല. നമുക്ക് എന്തോ കിട്ടി. പുത്രനെ രക്തം വീണുകൊണ്ടാ പുത്രൻ ഇരിക്കുന്നത് കേട്ടി. ആ ചിന്ത എപ്പോഴും എന്ത് വേണം? ആരാധന വരുമ്പോൾ വീണ്ടെടുപ്പിന്റെ മാന്യ ഭക്തന്റെ അകത്ത് വന്ന അവർ ആരാധിക്കുന്ന ആരാധന വലിയൊരു മഹത്വം ആർക്ക് തന്നു? ദൈവം നമുക്ക് തന്നു. ഏറ്റവും വലിയ കാര്യം ഈ വലിയ മഹത്വം നമുക്ക് വേണ്ടി ദൈവം തന്നപ്പോ അപ്പൊ ആ ദൈവത്തെ ആരാധിക്കണം. സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തണം. ലോകത്തിലെ സകല സൃഷ്ടികളും കോടാനുകോടി ഇതിന്റെ വലുപ്പം മാത്രമുണ്ട്. ആകാശ സൃഷ്ടിയുടെ വലുപ്പം മാത്രമുണ്ട്. ആകാശത്തിന്റെ അറുതികൾ മനുഷ്യനെ മനസ്സിലാക്കാനൊക്കെ സൃഷ്ടിതാവ് അവിടെ നോക്കത്തില്ല. സൃഷ്ടിതാവ് എന്ന് പറഞ്ഞു സൃഷ്ടിച്ച മഹാദൈവം പറഞ്ഞു രണ്ടാം സ്വർഗത്തിന്റെ അളവാണ് കൊടുക്കണമെന്ന്. ഇരമ്യ 31:36 നോക്കിയാണ്. ഇരമ്യ 31:36.
മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുൻപിൽ ഒരു ജാതിയാകാതെ മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും കഴിയുമെങ്കിൽ. അപ്പൊ മനുഷ്യനറിയാതെ രണ്ട് കാര്യം പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ? മീതെ ആകാശത്തെ അളക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ശോധന ചെയ്യുവാനും. ഇന്ന് വരെ കമ്പ്യൂട്ടർ സയൻസ് തോറ്റോടെ വിഷയം ഇതാണ്. ഒന്ന്, ഭൂമിയുടെ മേളത്തെ ആകാശങ്ങളുടെ ക്രമീകരണങ്ങൾ അളക്ക് നോക്കാൻ പറ്റാഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി ഒരു മഹാസമ്മേളനം കൂടി അതിനിട്ട പേരാണ് ഇൻഫിനിറ്റി. ഇങ്ങനെ വര ശരിയാവൻ ആർക്കറിയത്തുള്ളൂ. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ഉള്ളൊന്നും എന്തൊരു കൈയാണ് തന്റെ ഉള്ളക്കൈ കൊണ്ട് എന്ത് ചെയ്യും? അത് ഒരു ചാണയുണ്ടോ മൊത്തത്തിലാണോ ആകാശം? എന്തൊരു കൈയാണ് ആ കൈയാണ് നമ്മളെ ആ ഉള്ളം കൈ ഇവിടെ അതെന്തോ കയ്യ. ഒരിക്കൽ സൈമോ സാറിനോട് സൈമോ സാറിന്റെ യുക്തി പറയുന്നു. സാറിനൊരു ചോദ്യം ഉണ്ടോ? എന്നാ ചോദിച്ചേക്കുന്നു. അവരുടെ മലയുണ്ട്, മരുത്തുവാ മല. ഇല്ല സകല മരുന്നിന്റെ കീറിയ മരുത്തുവാ മല. മരുത്തുവാ മലയുണ്ടോ? മല എത്ര കൊട്ട മണ്ണുണ്ടെന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദിച്ചു. സൈബർ സാറിന് വല്ലാതെ ചോദിച്ചു. പറഞ്ഞു ആ മലയുടെ വലുപ്പത്തോളം ഒരു കൊട്ട മണ്ണുണ്ട്. അതെന്നാ കൊട്ടയായിരിക്കും? ആ മലയുടെ വലുപ്പത്തോളം. അപ്പൊ ഇതെന്നാ കയ്യായിരിക്കും ഇതാണ്? ഈ ചാണെന്തമായിരിക്കും? അവ നക്ഷത്രങ്ങളെല്ലാം 147 പേര് നോക്കി എണ്ണ വിളിക്കുന്നു. നക്ഷത്രങ്ങളെല്ലാം പേര് നോക്കി അതിനൊന്ന് കണക്കെന്നെ മനസ്സിൽ ഇപ്പോൾ പറഞ്ഞാൽ ഈ ക്ലാസ് തീരത്തില്ല. അങ്ങോട്ട് നോക്കില്ല. സ്വത്രം ആകാശ ഗംഗയുടെ നക്ഷത്രം തന്നെ കണക്കുകൂട്ടി വെബ്സ്റ്റേഴ്സ് അൺഅപ്രീസ് ഡിക്ഷണറിക്ക് ഏറ്റവും വലിയ ഡിക്ഷണറി പേര് മാത്രം എഴുതിയാൽ ഒരു ലൈബ്രറിയുടെ ഒരു തട്ട് കാശ്മീരിൽ വെച്ചാൽ കന്യാകുമാരി നീളത്തിൽ പേര് മാത്രം കാണാമോ 1 കോടി കാണും. അതെന്തോ അപ്പൊ അതിന്റെ മുകളിൽ നമ്മളെ കൊണ്ടിരിക്കാനും അതെന്തൊരു സ്നേഹമാണ്. ഇന്ന് വരെ എന്ത് കണ്ടിട്ടില്ല. മുകളിൽ ആകാശത്തെ അളക്കുവാൻ മനുഷ്യന് 2 താഴെ ഭൂമിയുടെ അടിസ്ഥാനത്ത് ഭൂമി അങ്ങോട്ട് പൊഴിച്ചു ചെന്ന അതിന്റെ മധ്യഭാഗത്ത് കിടക്ക് 4000 മൈൽ ഭൂമിയുടെ മധ്യഭാഗം. പിന്നെ താഴോട് ഇത്രയും കിടക്കുന്നത് അവിടെ ഇത്രയും കുഴിച്ചാൽ നമുക്ക് കേരളത്തിൽ അമേരിക്ക വിടാമോ? മനസ്സിലാ? 8000 മൈലുണ്ട്. ഒരു മുട്ട ഇടിച്ചിറങ്ങുന്ന പോലെ കിടക്കുന്ന സ്പേസ്. ഇന്ന് വരെ യമന് 7 മൈലിൽ കൂടുതൽ ശാസ്ത്രം പിടിച്ചിട്ടില്ല. ശോധയം പിന്നെ തീ അങ്ങോട്ട് ചെയ്യുന്നു. തീ അങ്ങോട്ട് അടുപ്പിടെ തീ മേടിക്കും. ഈ താഴത്തെ തീ മേടിക്കായിരിക്കും. സൃഷ്ടിതാവുന്ന ഇത് എന്റെ അതിന്റെ ഇത് കേട്ടോ. മേളിലത്ര തീയാൽ അടിവശം എന്താ വലിയ ഇത് ആർക്ക് ഇരിപ്പിടം കൊടുത്തിരിക്കുന്നത്? സാത്താൻ. മനസ്സിലായോ? നമ്മൾ അവിടെ നോക്കി എവിടുന്ന രക്ഷിച്ചത്? ഇതങ്ങോട്ട് പറയാൻ ദാവീദിനങ്ങോട്ട് നിൽക്കാൻ വയ്യ. 86 സങ്കീർത്തനം 13 വാക്യം എന്നോടുള്ള നിന്റെ ദയ അവൻ എന്റെ പ്രാണനെ അപ്പൊ ഈ സ്നേഹം ഇവിടെ വരെ ഇറങ്ങി. സാത്താൻ അവരെ കൂട്ടെടുക്കാൻ വേണ്ടി പാവം ചെയ്ത് പോവാൻ എന്നെ നമ്മെ പേടി. യേശു കർത്താവ് എവിടെ ഇറങ്ങി? അവവാങ്ങി അത്യുന്ന സ്വർഗ്ഗത്തിൽ നീലാണ്ടിരുത്തിയ സ്നേഹം. അതാണ് ക്രൂശിലെ എന്തൊരു സ്നേഹം. അതങ്ങോട്ട് ചിന്തിച്ചാൽ ആത്മാസംഘടന പിന്നെ യഹോവയ്ക്കായി കാത്തിരുന്നു.
1 മുതൽ എന്റെ നിലവിളി ആശയകരമായ ഈ മഹാകുഴിയ കൂടെ ചേർക്കുന്ന അവരെന്നെ പാറവരെന്നെ യുഗങ്ങളുടെ പാറയാണ് ക്രിസ്തുവേലെന്നെ എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായു പുതിയ ആരാധന വെളിപ്പെടും എന്റെ ദൈവത്തിന്. അപ്പൊ എല്ലാവരും ആരെ ശ്രദ്ധിക്കണം? സർവസാക്കാ ദൈവത്തെ സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. സ്വതന്ത്രം 148 സംഘത്തിന് സൃഷ്ടിപ്പ് വായിക്കാൻ ഒരു സമയിലെ പിന്നെ പോയി ചിന്തിച്ചു. സകല സൃഷ്ടികളെല്ലാം സൃഷ്ടിപ്പ് യുഗം മുഴുവൻ 148 സംഘം. 2 തിരിക്കുക. ഒന്ന് മേളത്തെ മുഴുവൻ ഭൂതന്മാർ ഉൾപ്പെടെ അവയെ സൃഷ്ടിച്ചിരിക്കുന്ന യഹോവയുടെ നാമത്തെ ശ്രദ്ധിക്കും. പിന്നെ ഭൂമിയിലുള്ള ഇപ്പൊ എല്ലാം സകല സൃഷ്ടികളും ആരെ ശ്രദ്ധിക്കണം? ഇപ്പൊ സൃഷ്ടിതാവിനെ ശ്രദ്ധിക്കും. ആ മഹത്തരമായ സ്ഥാനത്തേക്ക് ദൈവം നമ്മയാക്കി. ആ മഹത്തരമായ അപ്പൊ ഈ ഭൂമി ദൈവം ആദ്യം ആർക്ക് കൊടുത്തു? മനുഷ്യർക്കല്ല. സ്വതന്ത്രം ഭൂമി ദൈവത്തിന്റെ വാക്കോട് സൃഷ്ടിച്ചതല്ല, ഉണ്ടാക്കിയത്, നിർമ്മിച്ചതല്ല. ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്നായിരുന്നു. നോക്കാട്ടെ, ഇയ്യോബിന്റെ പുസ്തകം 38:4. നിങ്ങളെ പറഞ്ഞത് ഇയ്യോബ് 36 മുതൽ 182 ചോദ്യമുണ്ട്. അതിൽ ചില ചോദ്യങ്ങളാണ്. അപ്പൊ ഭൂമിക്ക് എന്തുണ്ട്? ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ അപ്പൊ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഇയ്യോബ് നീ എവിടായിരുന്നു? പിന്നെ നിന്റെ കാര്യത്തിൽ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോ നീ ഭൂമിക്ക് എന്തുണ്ട്? അടിസ്ഥാനം. അടുത്തത് നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കാം. അതിന്റെ അളവ് നിയമിച്ചവൻ ഭൂമിക്ക് എന്തുണ്ട്? നീ അറിയുന്നുവോ? അറിയുക. അല്ല, അതിനെ അളവുനൂൽ പിടിച്ചവനാ. അപ്പൊ അതിനെന്തോ ശരിയായ മെഷർമെന്റ് അളവുനൂൽ പിടിച്ചവൻ എല്ലാ ദൈവം അടുത്തുള്ള പ്രഭാത നക്ഷത്രങ്ങൾ. അപ്പൊ ഭൂമിയുടെ സൃഷ്ടിപ്പിന് മുമ്പ് മെറ്റുള്ള എല്ലാ സൃഷ്ടിപ്പും വന്നു. പ്രഭാത നക്ഷത്രങ്ങൾ അപ്പൊ ഇമ്പ പറഞ്ഞ എണ്ണിത്തീരാത്ത നക്ഷത്രം കൂടെ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ ഇങ്ങനെ നോക്കുന്നതാണ് എടുത്താൽമാ പറഞ്ഞ ദൈവം പറയുന്നത്. ഈ മഹാസൃഷ്ടി എന്താണ്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് നമ്മൾ വലിയ പ്രൊസഷൻ എന്ത് ചെയ്യും? എല്ലാം കൂടെ സന്തോഷിക്കും. എങ്ങനെ ദിവസമാണ് പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരല്ല ദൂതന്മാർ. അപ്പൊ നക്ഷത്രവും ദൂതന്മാരെ സൃഷ്ടിച്ചതിന് ശേഷം അവസാനം സൃഷ്ടിച്ചാണ് ഭൂമി. ദൂതന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അപ്പൊ ദൈവമാണ് ഭൂമിക്ക് അടിസ്ഥാനം കിട്ടാൻ പോകുന്നത്. ദൈവമാണ് ഏതിന്റെ അടിസ്ഥാനം കിട്ടുന്നത്. അവിടെ ആദ്യം പാർപ്പിച്ചത് ആരെയാണ്? ഇദ്ദേഹത്തെ ഉണ്ടോ? ഇതാണ് ആദ്യ ഭൂമി. ഉണ്ടോ? ഇവിടെ നോക്കിയേ, ഇതാണ് പുതിയ ആകാശം. അപ്പൊ ഈ ആദ്യ ഭൂമി അപ്പോൾ ഇവിടെ ആകും. ആദ്യ ഭൂമിയെ പോലെ അത് ആ ക്രൂശിൽ എല്ലാം ഒന്നാക്കി ചേർത്ത കാലസമ്പൂർണ്ണ വ്യവസ്ഥ. ക്രൂശിൽ എല്ലാം ഒന്നാക്കി ചേർത്ത കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. ഇത് കാലത്തിന്റെ ആരംഭം, കാലത്തിന്റെ സംഭവം. എത്ര മനോഹരമായ ഞാൻ വിവരിക്കുന്നത് ടൈമില്ല. യെശയ്യാ 14-ലും യെഹെസ്കേൽ 28-ലും നേരത്തെ ഒരു ഏകത ഉണ്ടായിരുന്നു. അത് ആർക്ക് കൊടുത്തിരുന്നു? ലൂസിഫർ. ലൂസിഫറിന്റെ ഹെഡ്ക്വാർട്ടറായിട്ട് ഭൂമി അവിടെ കിടപ്പുണ്ട്. സമയമില്ല. ലൂസിഫറിന്റെ സ്വർഗീയ കാവൽമാലാഹിയായിരുന്നു. ഭൂമിയിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അഗ്നിമയങ്ങൾ രഥത്തിന്റെ മധ്യ വന്നതായിരുന്നു. ഇവൻ ഇങ്ങോട്ട് വരുമ്പോ മറ്റ് സറാഹുകളും ഗപ്പികളൊക്കെ മാറുന്നിരിക്കുന്നു. വലിയ പുള്ളി വരുന്നു. വലിയ ഞാൻ ഇന്ന് പോകുന്നത് മുഖ്യമന്ത്രി നായനാർ യശോത്ര പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ ഞാൻ ഇറക്കത്തൊരു മെസ്സേജ് ഇങ്ങോട്ട് വരുമ്പോ 6 മുഖ്യമന്ത്രി വരുന്നുണ്ട്. ഞങ്ങളുടെ ബസ് എങ്ങനെയാ സോവാറോടെ പണിക്ക് കയറിയെന്ന് അറിയത്തില്ല. മുഖ്യമന്ത്രി വരുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? അപ്പൊ ഈ വലിയ മുഖ്യം വന്നു ദൂതന്മാരുടെ എന്ത് ചെയ്യും? നമ്മുടെ വലിയ പുള്ളി വരുന്നുണ്ട്, മാറിയോ? അങ്ങനെ വന്ന് താമസ സ്ഥലമായതാ. അപ്പൊ ആദ്യഭൂമി ആരെയായിരുന്നു? അപ്പൊ ആദിവാസി ആരാ? നമ്മുടെ നല്ല ആദിവാസികൾ എന്ന് പറയുമ്പോൾ ഇവനാ ഇതിനെ പിടിക്കും.
എന്റേതാണ് ഭൂമി, എനിക്ക് ദൈവം അതാ ഇന്നും പിടിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത് എന്റേതാ ഭൂമി എന്ന് ഇവൻ ഇന്ന് ഏത് പിടിച്ചോണ്ടിരിക്കുക. ഈ ഭൂമിയെ അതൊക്കെ വിശ്വസിക്കാൻ ഒത്തിരി ഉണ്ട്. നമ്മൾ കയറിയത് തീരത്തില്ല, നമ്മൾ കയറുന്നില്ല. സ്വന്തം. അപ്പൊ അവൻ എവിടെ താമസിച്ചു? നവരത്നങ്ങൾ കാണുമെങ്കിൽ ആ ഭാഗം വായിച്ചാൽ മതി. ഇവരെ 9 രത്നങ്ങളാൽ അലങ്കൃതനായി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പുറം അങ്ങോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ യേശുദാസൻ പാട്ട് പാടുമ്പോൾ പാട്ട് കച്ചേരിക്കാൻ ഒത്തിരി പേര് ഇത് പല ബാങ്കുകളുണ്ട്. ഇവൻ ഇങ്ങനെ മുഴുവൻ ഇമ്പങ്ങളെ പറയും മേളിൽ അതാ ഗാനഗന്ധം, സൗന്ദര്യ സമ്പൂർണ്ണൻ, ജ്ഞാനപൂർണ്ണൻ. ഇതിപ്പോൾ നിഗളിക്കാൻ വല്ലതും വേണോ? നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യെങ്കിൽ പാർക്കുന്ന കെറൂബായിരുന്നു. കെറൂബ, നീ ദൈവത്തിന്റെ കാവൽക്കാരനായിരുന്നു. അവ പെട്ടെന്ന് അകത്തൊരു ചിന്ത വന്നു. എന്തേ? ഞാൻ അത്യുന്നത സിംഹാസനത്തിന് മീതെ ഇരുന്ന് ഉത്തരദിക്കിൽ സമാഗമ പർവ്വത്തിൽ അത്യുന്നത സിംഹാസനത്തിലെല്ലാം മേലെ തല കഴിയുക ദൈവത്തിന്. ചെന്തോഹങ്കാരമായി സത്യം പറഞ്ഞ ഇവൻ തിയോളി നല്ലൊരു പഠിച്ചില്ലല്ലോ. ഇവൻ വിചാരിച്ചു വായിന്ന് പറഞ്ഞ ദൈവത്തിന് അറിയത്തു, നിരൂപണം അറിയാൻ അറിയത്തില്ല. അകത്ത് നീ എന്തല്ല നീ നിരൂപിച്ചത്. ശരിയായി തിയോളി പഠിച്ചാണ് ഇവൻ ഇത്ര കുഴപ്പം. അപ്പൊ തിയോളജി പഠിച്ചു, പക്ഷെ അകത്തെ തിയോളജി പഠിച്ചില്ല. അകത്തെ അറിയാവുന്നവരാണ്. നിരൂപിച്ചപ്പോഴത്തേക്ക് ദൈവം എന്തോ ചെയ്തെന്ന് അറിയാമോ? അന്നേരെ അവിടുന്ന് വെളിച്ചയച്ചു. അപ്പൊ ഇവിടെ നല്ല മനോഹരമായ ഭൂമി, ഇവന്റെ കൂടെ ഊഹന്മാര് വസിക്കുന്ന അവനെന്നാ എന്തോ എന്നറിയാമോ? അമ്മ അരക്കൈ നോക്കണം. അതും തിയോളജി പഠിച്ചത്. സർവജ്ഞാനിയായ ദൈവത്തിന് എത്ര അടുത്തുള്ള പഠിക്കും. അവൻ അവിടുന്ന് ഒറ്റ വര. അന്നേരം തമ്പുരാൻ പറഞ്ഞത് ഭൂമി ശൂന്യമായി തീരട്ടെ. അവൻ വന്ന ഭൂമി എങ്ങനെ തീർന്നു? ഭൂമി എന്തോ തീർന്നു? പാഴും. അതെവിടെ വായിക്കുന്നു? 31:2. ഭൂമി പാഴും. അതിന് വിശദീകരണം ജ്ഞാനവരം ലഭിച്ച് യിരെമ്യാവാണ്. ജ്ഞാനവരം എന്ന് പറയുന്നത് ഭൂതകാലം, വർത്തമാനം, ഭാവിയും കൂടെ പറയുന്ന 3 വരത്തിന്റെ സെൻട്രലൈസ് പോയിട്ട് ജ്ഞാനവരം എന്ന് പറയുന്നത്. കൃപാവരങ്ങൾ ഒന്ന് അത് ആർക്ക് ലഭിച്ചു? മോശയ്ക്ക് ജ്ഞാനവരം കിട്ടണം. ഇത്ര എഴുതി പല പ്രവാചകന്മാർക്കെന്തോ ജ്ഞാനവരം ലഭിച്ചു. മോശയ്ക്ക് അതാ ഈ യെരെമ്യാവിന്റെ ജ്ഞാനവരത്തെ എവിടെ പോയെന്ന് അറിയാമോ? പാഴി ശൂന്യമായ ഭൂമിയോട് പഴുത്താലോട്ട് നിർത്തി നോക്കിക്കൊള്ളാം. ഇതെങ്ങനെ ഇങ്ങനെ ആയത്? യിരെമ്യാ 4:23-21 നോക്കിയാൽ 3:21 ആയിരിക്കും നോക്കിയാൽ. യിരെമ്യാ 3:ന്റെ യിരെമ്യാ 4:23. ഞാൻ ഭൂമിയെ നോക്കി. അപ്പൊ യിരെമ്യാവിനെ ഇപ്പൊ പരിശുദ്ധാത്മ എങ്ങോട്ട് കൊണ്ടുവന്നു? ഇവിടെ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ യിരെമ്യാവിനെ എവിടെ കൊണ്ടുവന്നു? ഇതാണ് യിരെമ്യാവ് വസിച്ച സ്ഥാനം. ന്യായപ്രമാണം യുഗം. അവിടുന്ന് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എത്ര കോടാനോട് വർഷം പറയേണ്ട സംഭവം. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. 31:2 പോലെ കാണിച്ചത്. ഞാൻ ഭൂമിയെ നോക്കി. 2 എബ്രായമെന്ന് ഒരേ അർത്ഥം എഴുതിയിരിക്കുന്നത്. ശരക്തൊറ്റ പദം. പാഴി ശൂന്യമായി കണ്ടു. അപ്പൊ ഓടിക്കലായിരുന്നു. പാഴി ശൂന്യം അല്ലായിരുന്നു. ഞാൻ ഭൂമിയെ നോക്കിയത് പാഴി ശൂന്യമായി. അടുത്തതാ ഞാൻ ആകാശത്തെ നോക്കി. അതിന് പ്രകാശമില്ല. പ്രകാശത്തെ മറന്നു കഴിഞ്ഞു. നേരത്തെ പ്രകാശം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? പ്രകാശത്തെ മറന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി. അവ വിറയ്ക്കുന്നത് കണ്ടു. അത് വിറയ്ക്കുന്നത് കണ്ടു. ഇങ്ങനെ ഇതെല്ലാം വെള്ളം കയറി പോയത്. അടുത്ത് നോക്കി. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. അടുത്തോ ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടു. ഞാൻ നോക്കി മനുഷ്യനെ കണ്ടില്ല. അടുത്തത് ആകാശത്തിലെ പക്ഷികളൊക്കെയും അതാ ഇന്നത്തെ ദിവസാർത്ഥത്തെ പറഞ്ഞ് ഇവിടെ വന്നതാ കേട്ടോ. സ്വതന്ത്രം എത്ര കോടി വർഷമാണ് നമ്മുടെ നമ്മുടെ സംഭവം നടന്നു. ആ പക്ഷികളെ നമുക്ക് എന്ത് കണ്ടില്ല. അടുത്തതാ ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമി. ഇവന് കൊടുത്ത ഏതെങ്കിലും അവിടെ കിടപ്പുണ്ട്. 28 നീ ഏതന് പാർത്തവരാണ്. അതുകൊണ്ട് അവൻ ഈ ഏതന് വന്നോ.
അത് ആർക്കൊരു മനുഷ്യൻ കൊടുത്തപ്പോഴാണോ വന്നത്? മനസ്സിലായി? നീ എവിടെ പറഞ്ഞത്? ഏതൊരു അടുത്ത വായിച്ചാൽ അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവന്റെ ഉഗ്രോപം ഹേതുവായി. അതിലെന്തോ ഉണ്ടായിരുന്നു? പട്ടണം ഉണ്ടെങ്കിൽ എന്തെല്ലാം ആൾക്കാരുണ്ടാവും? യഹോവയാൽ അവന്റെ ഉഗ്രകോപത്താൽ ഇടിഞ്ഞു പോയി. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. യഹോവ ഉഗ്രകോപത്താൽ എന്ത് ചെയ്തു? ഇടിഞ്ഞു പോയി. എത്ര കോടി വർഷം കടന്നാണ് ഇത് വെളിപ്പെട്ടത്? C14 ആറ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. എത്ര കോടി വർഷം മുമ്പുള്ളത് കറക്റ്റ് അവർ പറയുന്നത്. അന്ന് പ്രാണമായിട്ടുള്ളതായ അതായത് എന്താ ഈ മരങ്ങൾ ശരിയായിട്ട് ഇതെല്ലാം ചേർത്ത് വിളിച്ചു. അപ്പൊ ഇതാണ് ആദ്യ ഭൂമി ഉണ്ടായിരുന്നെന്നും അത് പാഴുശൂന്യമായിരുന്നു. ആ ഭൂമി എങ്ങനെ പാഴുശൂന്യമായിരുന്നു, അവിടെ എങ്ങനെ ഇരുള് വന്നു, അതിന്റെ കാരണക്കാരനാണ് ബൈബിൾ തന്നെ. അത്രയാണ് പണ്ട് ഭാഗം വിവിധമായി. ഉൽപ്പത്തി ഒന്നിന് ഇത്ര ബാക്കി വേറൊരു ഭാഗമാണ്. പ്രവാചകന്മാർ ഒന്ന് കൊടുക്കും. എല്ലാ യാഥാർത്ഥ്യം പറഞ്ഞുകൂടെ ചേർത്ത് പഠിക്കണം. അതാണ് ദൈവം വിഭജിച്ച് പഠിക്കുന്നത്. എത്ര വർഷം കിടന്ന ആർക്കും. പക്ഷെ ഒത്തതുപോലെ സംഭവം എന്നാണ്. അതിനുശേഷം നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ആദ്യ ഭൂമി, രണ്ടാമത്തെ സങ്കീർണ ഭൂമി, മൂന്നാമത്തെ ആദാമ്യ ഭൂമി. നമുക്ക് കഴിഞ്ഞ ഭൂമിയാണ് ആദാമ്യ ഭൂമി. നമ്മൾ ഇവിടെ നിൽക്കുക, ആദ്യ ഭൂമി നിൽക്കുകയല്ല, സങ്കീർണ ഭൂമി നിൽക്കുകയാണ്. ഒരിക്കൽ നമ്മൾ ആദ്യ ഭൂമി പോലുള്ള പുതിയ ഭൂമി വരും. അത് വേറൊന്നാണ്. അത് കൂശി ലഭിച്ച സത്യമാണ്. അപ്പോൾ ആ സങ്കീർണ ഭൂമി നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അതാണ് 31:3 മുതൽ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ മൂലഭാഷ പൊരുതായിരുന്നു. ഇംഗ്ലീഷ് കറക്റ്റ്, മലയാളത്തിൽ പരിവർത്തനം പൊരുതായിരുന്നു. ദൈവത്തിന്റെ വെള്ളത്തിന് മീതെ പൊരുത ആരായിരിക്കുന്നു? എന്തിനാ? ഇതുപോലെ ബെസ്റ്റ് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു പദം വേറെയില്ല. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ. ഞാൻ ഇന്ന് ഓർക്കും, ഞങ്ങളുടെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ 10-13 കോഴിമുട്ടയൊക്കെ ഒരു ഉള്ളിയൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, ഉമിയൊക്കെ വെച്ചിട്ട്. എനിക്ക് ഏറ്റവും സങ്കടം മുട്ട എടുത്തിട്ട് കുരിശ് വരയ്ക്കും. എല്ലാം ഇപ്പോഴാണ് സങ്കടം. അന്ന് വലിയ കാര്യമായിട്ട് വെക്കും. അത് കരിയും കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? അമ്മ വലിയ കാര്യമായിട്ട് മുട്ട എടുത്തിട്ട് അമ്മയുടെ കുരിശ അന്ന് ഇങ്ങോട്ട് കൊടുക്കും. അന്നൊരു നേരത്തെ പുണ്യാളച്ച 13 മുട്ടയും വിരിഞ്ഞ ഒന്ന് തന്നേക്കാം. അവിടുന്ന് അപ്പൊ കുരിശിന്റെ അതൊക്കെ പുണ്യാളച്ച പോകുന്നു. നിങ്ങൾ തിരുവനന്തപുരം ദൈവശക്തിയെ കുറിച്ച് അറിയാമോ? സംശയമുണ്ടോ? നിങ്ങൾ തിരുവനന്തപുരം ദൈവശക്തിയെ കുറിച്ച്? അപ്പൊ ഇതിന്റെ അത് യാഥാർത്ഥ്യമാണ്. ആദ്യം കോഴി ഇരിക്കുമ്പോ ഒത്തിരി മാനസാന്തരപ്പെട്ട കോഴി, വലിയ കുഴപ്പമില്ല. ആദ്യം അടങ്ങി എങ്ങനെ. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് കോഴി കൈ നല്ല കോഴിയാണ്. അതിന്റെ പൊന്നെ ഒരു 18 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് ജീവൻ മുകളിലോട്ട് വരുമ്പോ കോഴിയുടെ വിധം പോകണം. ഇത് ഒന്നേ കൈ നീളത്തുള്ളൂ, കൈ കൊണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ ഉണ്ടോ? നമ്മുടെ ആശയം മനസ്സിലാക്കാൻ പൊരുതായിരുന്നു. ജീവൻ വെളിപ്പെട്ടുള്ളൂ. കോടാനോട് വർഷം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്തായിരുന്നു? മനുഷ്യനെ വസിക്കാണ്. ജീവൻ മനുഷ്യന്റെ വെളിച്ചമായി. ഭയങ്കരമായി ജീവൻ മനുഷ്യന്റെ വെളിച്ചമാക്കി ജീവൻ വന്ന പ്രധാനമാണ് പുതിയ ഈ ഭൂമി. അപ്പൊ എന്താ നമുക്ക് ലഭിച്ചു? അങ്ങനെ 10-21 ദിവസം കഴിയുമ്പോഴത്തേക്ക് മുട്ട അങ്ങോട്ട് മുട്ടത്തോല് മാറ്റണം. നല്ല സുന്ദരം കോഴിക്കുഞ്ഞ് വരുമ്പോ എന്തോ അതുപോലെ ഈ ഭൂമി കൂടെ നോക്കി എന്ത് രസം കാണാം. ഇതാണ് ആദ്യം സങ്കീർണ ഭൂമി നമ്മൾ വസിക്കുന്ന ആദാമ്യം. അവിടെ ദൈവം ആദാമിൽ ഏതൊരു എന്ത് ചെയ്യുന്നു? മനോഹരമായ തൈലം പോകുന്നു. ഏതൊക്കെ വാക്കിനെ ഡിലൈറ്റ് ആനന്ദിപ്പിക്കുന്നു. പണിതവർ ക്രമീകരിച്ചിട്ട് ഒറ്റ റെസ്ട്രിക്ഷൻ വെച്ചെന്തോ ഒരു വൃക്ഷം നട്ടുന്നത്. നന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷമല്ല. രണ്ടാ തിന്നുന്നാണ് നീ. അവൻ അവിടെ കയറി വിനാശം. അവിടെ എങ്ങനെ വന്നത്? വളരെ നല്ല പരുവത്തിന് കയറി വന്നു. ഹലോ മാഡം, ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞിട്ടുണ്ടോ? 2 കൊല്ലം വളർന്നു 2 കാലം രൂപയുടെ ആദാവൻ എന്ത് ചെയ്തു? നൈസ് പ്ലേസ്.
അപ്പത്തേക്ക് പകുതി അങ്ങ് വീണ് പോയാലാ. പാപ്പട സ്ത്രീ എന്നിട്ട് എന്താ പറഞ്ഞു അവന്റെ ആള് ഈ വൃക്ഷത്തെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? വളരെ ആകാശമുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടോ? വൃക്ഷഫലം തുടങ്ങുന്നു പറഞ്ഞിട്ട് അത്യാത്മീയ ദോഷം ചെയ്യും കേട്ടോ. തിന്നലല്ല തൊടാതിരിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അത്യാത്മീയ എവിടെ പോയാൽ 40 ദിവസം ഉപവാസം 41 കേട്ടോ. അതൊക്കെ അത്യാത്മീയ പോക്കാ. പറഞ്ഞ മനസ്സിലായോ? കർത്താവ് പോലെ എത്ര ഇരുന്നുള്ളൂ. ചിലത് 41 കയറി 42. അയ്യോ ഗുരുവിന് മീതിയാനും പോകരുത്. അത്യാത്മീയം പാടില്ല, ആത്മീയ തിന്നേ പാടില്ല. അങ്ങനെ അപ്പുറത്തേക്ക് അപ്പൊ അല്പം എന്ത് ചെയ്തു എന്താ പറഞ്ഞു? ഇത് തിന്നാൻ ദൈവം മരണം പറയാം. ആരെ പോലാകും? ദൈവത്തെ പോലെ. പണ്ടേവൻ ദൈവത്തെ പോലാകും പോയാൽ ഇവരറിയാം അതാ കിട്ടിയത്. അപ്പൊ ഇവരെ അങ്ങനെ തീർന്നു. നല്ലൊരു ഉദാഹരണം പറയാം കേട്ടോ. സ്വന്തം ഡിസ്കവറി ഓഫ് ഇന്ത്യക്കാണ് നമ്മുടെ കേരളത്തിലൊരു നെഹ്റു എടുത്തുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം പോകുന്നു. നെഹ്റു വന്നിട്ട് പറഞ്ഞു ഇനി കുളമ്പാറ കാണാൻ പോകും. കുളമ്പാറ എന്താണെന്നറിയാലോ, ഭ്രാന്തമ്പാറ. നെഹ്റു പറഞ്ഞാൽ കാണിക്കാതിരിക്കാനൊക്കെ പോകും. നെഹ്റുവിന് മലയാളം അറിയത്തില്ല, ഒരു ദ്വിഭാഷയിലൂടെ പോയി. അപ്പൊ കുളമ്പാറ ഈ പ്രാന്തമ്പാറ തങ്കാൽ എന്തെല്ലാം പ്രാന്ത കാണിക്കും. ചെറുവമ്പാറ ജനലിൽ കൂടെ മുകളോട്ട് കയറി തല കുത്തി വീഴും. ചെറുവമ്പാറ അങ്ങോട്ട് ഇങ്ങോട്ട് ചെറുവമ്പാറ. നെഹ്റു ഇത് കണ്ടൊരു ചിരിയുണ്ടോ ഇവന്റെ വട്ടത്തര കണ്ട ഒരു വട്ടത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നെഹ്റു വേറെ കമന്റ് പാസ്സാക്കി. ഇത് കേട്ട് ദിവാഷൊക്കെ ചിരിച്ചു. നെഹ്റുവിന് പിടികിട്ടില്ല. അപ്പൊ നെഹ്റു ബുദ്ധിയില്ല, മനസ്സിൽ എന്നെ പറ്റി ഏതോ പറഞ്ഞത്. നെഹ്റു ഓടിയില്ല. ഈ ദിവാഷയുടെ ചാപ്പൂര് പറഞ്ഞെന്താ? അപ്പൊ ദിവാഷിക്ക് ഒരു വീട് പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ മിക്കത്തിലുള്ള പ്രധാന വട്ടം പറഞ്ഞ കോടതി പോലും വിട്ടേക്ക് കൊടുക്കും. വട്ടന്മാർ പോലെ പറഞ്ഞ ആർക്കും വില കൊടുക്കത്തില്ല. അന്നേരം പുള്ളിക്ക് പറഞ്ഞ ശരിയാക്കല്ലോ. സാറേ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ചിരിക്കല്ലേ, ചിരിയായിരുന്നു എന്റെ ആരംഭം. സാറേ ചിരിക്കണ്ട, ഇതുപോലെ ലൂസി പോലെ ഇതായിരുന്നു എന്റെ ആരംഭം. ആരെ പോലാകാൻ പോയതാ? ദൈവത്തെ പോലെ ഞാനാകാൻ പോയതാ. ഇങ്ങനെ അതുകൊണ്ട് ഇതായിരുന്നു എന്റെ. അതുകൊണ്ട് നോക്കി എവിടെ എന്താ പറ്റി? ചിരിക്കല്ല, ഞാനും ഇങ്ങനെ ചിരിച്ചിരിച്ച വട്ടനായിരുന്നു. അത് നെഹ്റുവും ചിരിച്ചിരിച്ച് ഒരു ആൾക്കോട് ആരാകുന്ന വട്ടനാണ്. ചിരിക്കല്ല, ഇതായിരുന്നു എന്റെ. അപ്പൊ ലൂസിഫറിന്റെ ആരംഭം എന്തായിരുന്നു? ദൈവത്തെ പോലാകാൻ പോയത്. നീ ഇവിടെ പോയ എന്നെ പോലെ. അപ്പൊ യേശുവിനെ പോലായി. ഉള്ളി ആരെ പോലായി? ഉള്ളിൽ ആരെ പോലെ തിരിച്ച് യേശുവിനെ പോലെ. യേശുവിനെ പോലെ അതാണ് ക്രൂശിന്റെ യാത്ര. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ പാപം ചെയ്തു. എന്താ സംഭവിച്ചു? മഹത്വം പോയി. മഹത്വത്തിന്റെ വസ്ത്രം മനുഷ്യനുണ്ടായിരുന്നു. എന്ത് ചെയ്തു? റോമാലേഖനം 3:23. റോമർ 3:23. എല്ലാവരും പാപം ചെയ്തു. ദൈവ മഹത്വം. അപ്പൊ മനുഷ്യന് എന്തോ നഷ്ടപ്പെട്ടു? മഹത്വത്തിന്റെ വസ്ത്രം. മനുഷ്യനിൽ നിന്ന് പാപം ചെയ്തോട് എന്ത് ചെയ്തു? പാപം ചെയ്തോട് ഇത് ആവാമുള്ള ക്രിസ്തുവിന്റെ വാക്യം നോക്കിയാൽ നിഴലും പൊരുളും. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ വാക്യമാണ്. 12ഉം 14 മാത്രം വായിച്ച സമയത്ത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അടുത്ത 14 എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ അപ്പോൾ ആരാ? വരുവാനുള്ള ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ്. അപ്പൊ ആരെ കാണണം നമ്മൾ? ആദാമിൽ കൂടെ. ഇതാണ് പഴവീനം. ആദാമിൽ കൂടെ ആരെ കാണണം? വരുവാനുള്ളവന്റെ പ്രതിരൂപമാകുന്ന ക്രിസ്തു. അപ്പൊ ആര് വരണം? വരുവാനുള്ളവനാണ് യേശു കർത്താവ്.
കർത്താവ് വരണം. അതാണ് പഴയ വാര പ്രതിരൂപം പുതുരൂപം സ്വരൂപം. അങ്ങനെ പഴയ പ്രതിരൂപം പുതുരൂപം ആരായി വന്നു? ക്രിസ്തു. സ്വരൂപമാകുന്ന ക്രിസ്തു, സ്വരൂപമാകുന്ന അതാ നിഴലും പോലും. നിഴലും എബ്രായർ 10:1 നോക്കാം. ഒത്തിരി വാക്യം ഒറ്റ വാക്യം. എബ്രായർ 10:1 വരുവാനുള്ള ക്രിസ്തു. ന്യായപ്രമാണം വരുവാനുള്ള സ്വരൂപം പ്രതിരൂപം. പ്രതിരൂപം പഴയ നിയമം. അതാ പ്രതിരൂപ സ്വരൂപം. മനസ്സിലായോ? അപ്പൊ പ്രതിരൂപം പഴയ നിയമവും സ്വരൂപം പുതിയ നിയമം. അപ്പൊ അതിൽ ആദ്യ വ്യക്തിയാണ് ആദാമിൽ കൂടെ ആര് വെളിപ്പെടണം? അതാണ് ഈ ഭാഗം. ആദാമിൽ കൂടെ ആരെ വെളിപ്പെടുത്തണം? ക്രിസ്തു ലോകത്തിൽ വീഴും. ആദാമിൽ കൂടെ ക്രിസ്തു വെളിപ്പെട്ടു. അതുകൊണ്ട് ആദാം മുതൽ ഇവിടെ പറയുന്നത് നോക്കണം. അത് പശുത്താത്മാവ് തെറ്റുകൂടാതെ ഒരു വംശാവലി എഴുതി വെച്ചു. 2 വംശാവലി. ഒന്ന് ആദാം മുതൽ ക്രിസ്തു വരെ, 2 അബ്രഹാം മുതൽ ക്രിസ്തു വരെ. ഒന്ന് ആദാം മുതൽ ക്രിസ്തു വരെ, 2 അബ്രഹാം മുതൽ ക്രിസ്തു വരെ. ആദാം മുതൽ ക്രിസ്തു വരെ മനുഷ്യമായ വംശാവലി എഴുതിയപ്പോൾ, അതായത് ലൂക്കോസ് ആയിരുന്നു 3-ാം അധ്യായം. ലൂക്കോസ് 3 ലൂക്കോസ് 3 ലൂക്കോസ് 3-ന്റെ 38. അപ്പൊ എവിടെ ആരംഭിക്കും? ദൈവം ആദാം. അങ്ങനെ ദൈവം നല്ല സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യന് അവർ ആദാമെന്ന് ദൈവത്തിന്റെ മകനാണ് ആദാം. ആദാമിൽ കൂടെ ആര് വരുന്നു? പ്രധാന ചില പദം മാത്രം കിട്ടും. 34-ാം വാക്യം. 34 അബ്രഹാം. അപ്പൊ നോക്കിയാ ആദാം അബ്രഹാം. ആദാം. ഇനി 31 എലിയാക്കീമിന്റെ മകൻ എലിയാക്കീം മെല്യാമിന്റെ മകൻ മെല്യാവ് 23 യേശുദാൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അപ്പോൾ എവിടെ വന്നു? ആദാം മുതൽ യേശു വരെ. ആദാം മുതൽ അതിൽ ആരോട് എടുത്തുണ്ട്? അബ്രഹാം, ദാവീദ്, ആ വംശാവലി. അബ്രഹാം. അപ്പൊ ആദാം മുതൽ ക്രിസ്തു വരെ. അവ വരുവാനുള്ളവർ പ്രതിരൂപമാകുന്ന ആദാം. വരുവാനുള്ളവർ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ മറക്കാതെ എഴുതിയത്. ആദാം മുതൽ ക്രിസ്തു. പിന്നെ വംശാവലിയിലെ ക്രിസ്തുവിലെല്ലാം പൂർണ്ണമായി. ക്രിസ്തുവിലല്ല. അതാണ് പഴയ ആദാം മുതൽ ക്രിസ്തു വരെ. ആദാം മുതൽ അതിന്റെ ഇടയിൽ വന്ന സംവിധാനമാണ് യുഗങ്ങൾ. നമ്മുടെ സെറ്റ് ചെയ്ത യുഗങ്ങൾ. ആദാം മുതൽ ഇവിടെ മനുഷ്യൻ പാപം ചെയ്തു, ദൈവദാസില്ലാത്തവരായി തീർന്നു. അവരോട് ഇങ്ങോട്ട് ഇറക്കി വിട്ടു. ഇതാണ് മനസാക്ഷി യുഗം. മനസാക്ഷി യുഗത്തിന്റെ പ്രധാന വിഷയമാണ് നോഹയുടെ പട്ടണം. അതിനുശേഷം മനസാക്ഷി യുഗത്തിന് ശേഷം മാനുഷിക ഭരണയുഗം. അതിൻ്റെ അകത്തെ പ്രധാന വിഷയമാണ് ബാബേൽ. അതിനകത്ത് പ്രത്യേകം ബാബേൽ. ഇവിടെയാണ് ഭാഷ കലങ്ങിയതും ഗ്രൂപ്പാണ് ജനം തിരിഞ്ഞതും. അന്നാണ് ഭൂമി പിളർന്നു പോയത്. അതിനുശേഷം അന്നല്ല അങ്ങനെ ഭൂഖണ്ഡങ്ങളുണ്ടായത്. സുനാമി, ഏറ്റവും വലിയ സുനാമി ഉണ്ടായത് നോഹയുടെ കാലത്താണ്. അങ്ങനെ ഈ ഭൂമി പിളർന്ന് പല ഖണ്ഡമായിട്ട് പോയത്. അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണ് ഭാഷ കലയപ്പോഴും ജനവും കലം പോയി പല 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 രാജ്യങ്ങളാണ് തിരിഞ്ഞങ്ങനെ. അത് പഠിപ്പിക്കാൻ സമയമില്ല. അതിനുശേഷമാണ് ഏജ് ഓഫ് പ്രോമിസ്. വാഗ്ദത്തം. അബ്രഹാമിൽ കൂടെ ക്രിസ്തു. അബ്രഹാമിൽ കൂടെ ആരും കൂടെ ക്രിസ്തു വരണം. അബ്രഹാമിൽ കൂടെ ആര് വരണം? ആദാമിൽ പറയുന്ന മനസ്സിലാകത്തുള്ളൂ. ആദാമിൽ കൂടെ ക്രിസ്തു വരണം. അബ്രഹാമിൽ കൂടെ 3:16 നോക്കി. അബ്രഹാമിൽ കൂടെ ക്രിസ്തു. ഗലാത്യർ 3:16. അബ്രഹാമിൽ കൂടെ ക്രിസ്തു. ഗലാത്യർ 3:16. അനേകരെ കുറിച്ചല്ല
നിന്റെ സന്തതിക്കുമെന്ന് ഏകനെക്കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അതാരാ? അപ്പോൾ അബ്രഹാം ആരെ കണ്ടു? ആദാമിനും കൂടെ ക്രിസ്തുവിനെ കണ്ടു. അപ്പോ അബ്രഹാം കൂടെ ക്രിസ്തുവിനെ കണ്ടു. യഹൂദയാ. ആദാമിൽ കൂടെ ക്രിസ്തു, അബ്രഹാമിൽ കൂടെ. അപ്പൊ അബ്രഹാമിന്റെ വാഗ്ദത്തം ആരാ? യേശു. ആദാമിന്റെ വാഗ്ദത്തം ആരാ? അതാ ബൈബിളിലെ ഒന്നാം വാഗ്ദത്തം, ഉൽപ്പത്തി 3:11. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ. അപ്പൊ ആദാമിനോട് വാഗ്ദത്തം സമം അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ് ക്രിസ്തു. അതാണ് ഭൂമി വാഗ്ദത്ത യുഗത്തിൽ പേരിന്റെ അർത്ഥം. വാഗ്ദത്ത സന്തതിയെ പ്രദാനം ചെയ്തുകൊണ്ടാണ് ഈ യുഗത്തിന് ഏത് പേര് വന്നത്? വാഗ്ദത്ത യുഗത്തെ പേര്. ഇതുകൊണ്ട് അതിനുശേഷം ന്യായപ്രമാണം, ന്യായപ്രമാണം യുഗം. അതിനുശേഷം എന്തുവാ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൃപായുഗം. അപ്പൊ ഇവിടെ വരുമ്പോഴാ പിന്നെ നമ്മുടെ ദൈവ ദിവസങ്ങളാണ്. ദൈവ ദിവസം, ദ പ്രോഫറ്റിക്കൽ ഡേയ്സ് ഓഫ് ദ ബൈബിൾ. കൃപായുഗം മുതൽ നിത്യത. അപ്പൊ ആദാമിൽ കൂടെ ക്രിസ്തു, അതുപോലെ തന്നെ അബ്രഹാമിൽ കൂടെ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക സാധനം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആദാമിൽ ആരംഭിക്കുന്ന മനുഷ്യൻ ഇവിടെ വരും, ഒറ്റ ജാതിയെ. ആദാമിൽ ആരംഭിക്കുന്ന മനുഷ്യൻ അവിടെ പറ എത്ര ജാതിയായിരുന്നു? അവിടെ ശ്രീനാരായണന്റെ സിദ്ധാന്തം ശരിയാകുന്നു. എന്താ? ഒരു ജാതി, ഒരു ജാതി, ഒരു മതം, ഒരു മതം. അവിടെ പറയും കേട്ടോ, ഒരു ജാതി, ഒരു മതം. അപ്പൊ ആദാം മുതൽ അബ്രഹാം പറ എത്ര ജാതികളായിരുന്നു? നോക്കിയാണ് അത് പറയുന്നത് പൗലോസ 17:26 അപ്പോസ്തലൻ പൗലോസ്. അത് ഏറ്റവും വലിയ ഫിലോസഫിക്കൽ പ്രസംഗമാണ്. 17 ഏതൻസിന്നുള്ള പ്രസംഗമാണ്. ഏറ്റവും ഗാംഭീര്യ പ്രസംഗമാണ്. അതായത് തത്വശാസ്ത്രത്തിന്റെ ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും. ഒരുത്തനിൽ നിന്ന് ആരെ ഉണ്ടായി? മനുഷ്യജാതി മുഴുവൻ. ഒരുത്തനും മനുഷ്യജാതി മുഴുവൻ. അങ്ങനെ മനുഷ്യജാതി ഉണ്ടാക്കിയിട്ട് അവനൊരു പ്രമാണം കൊടുക്കും. ആ പ്രമാണമാണ് ബുദ്ധിയുടെ പ്രമാണം. ബുദ്ധിക്ക് തെളിവായ ദൈവത്തെ, ബുദ്ധിക്ക് തെളിവായിട്ട്. അപ്പോൾ ആദാം മുതൽ അബ്രഹാം പറഞ്ഞ ഏത് വെളിപ്പാടെ കൊടുത്തുള്ളൂ? ബുദ്ധിക്ക് തെളിവായി ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തിയ പൊതുപ്രമാണം ഒന്നാം കൊടുത്തത്. അത് പൗലോസാ പറയുന്നത്. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പെട്ടെന്ന് വായിച്ചിട്ടുണ്ട്. 18 മുതൽ വായിച്ചു, വേഗം വായിച്ചു. റോമാലേഖനം 1:18. ഇവിടെ നിന്ന് പറയുന്ന വാക്യമാണ്. അബ്രഹാമിന്റെ അവിടെ വെച്ച് ദൈവം പറയുന്ന വാക്യമാണ്. വായിച്ചു. അപ്പൊ എന്താ കൊടുത്തു? ബുദ്ധിയിൽ എന്താ വെളിപ്പെടുത്തി? ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് അടുത്തവരാ. എങ്ങനെ? ദൈവം ആരാണ്? നിത്യശക്തനാണ്, ദിവ്യനാണ്, അദൃശ്യനാണ്. അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ ദൈവം പ്രവൃത്തി നോക്കുമ്പോൾ ബുദ്ധിക്കൊരു മണ്ണിൽ എന്ത് കണ്ടുപിടിക്കാം? പ്രവർത്തികളാ ബുദ്ധിക്ക് തെളിവായി. അപ്പൊ ബുദ്ധിക്ക് എന്താ വെളിപ്പെടുത്തി? സത്യദൈവം ഉണ്ടെന്ന് 100 കാര്യം പോലും പറയാറുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്മുടെ ശരീരശാസ്ത്രം അനാട്ടമി പറയുന്നത്. നമ്മുടെ തലമുടി വളർത്തിയ സഹോദരിമാരുടെ തലമുടി പോലും നീരുന്നു. ഒരു ബുദ്ധിമുട്ടില്ല. എത്രയോ തലമുടികളോ സിക്കാരെയൊക്കെ കാണാൻ പറ്റും. എന്നാൽ ഇതൊന്നും നോക്കാതെ ഇതെന്നാ നിങ്ങളാ ചിന്തിക്കുന്നുണ്ട്? നീണ്ട എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ ഇങ്ങനെ നോക്കണം, അല്ലെ എപ്പോഴും കത്തിനെയും കൂടെ നോക്കണം. ഇതാരാ? ചിന്ത ബുദ്ധിക്കല്ലോ. അത്ര 100 കണക്ക് നിങ്ങൾ ദൈവാത്മാ തീർന്നു. അടുത്ത പുരിയാൻ നോക്കി എത്ര വണ്ണം അത്ര നിന്നത് കണ്ണ് കാണാൻ ഞാൻ ബുദ്ധിക്ക് തീർന്നില്ല കേട്ടോ. ഒരു നടന്നു ഈ മൂകയെന്ന് പിടിച്ച് നോക്കി ഇവിടെ പറഞ്ഞാൽ ഹാർഡ് ബോർഡ് സോഫ്റ്റ് ബോർഡ് ഇങ്ങനെ വെച്ചു. ശ്വാസം വേണമെങ്കിൽ ഇത് ഹാർഡ് ബോർഡ് വെച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്കിവിടെ കുഞ്ഞ് തീരും.
ഇതിലാറുണ്ട്. God is behind the curtain and creating everything according to his will. ദൈവം പുറകിൽ നിന്ന് അവന്റെ നിയമനത്തിലെല്ലാം എന്ത് ചെയ്യുക? ഇതത്ര നീ ചേർന്ന് പിടിച്ച് നോക്കിയേ, തീർന്നില്ല. ഇവിടെ എന്തായാലും ഇവിടെ ഇതങ്ങോട്ട് ഒറ്റ രാത്രിയിലേക്ക് പോകുമ്പോഴത് ഇങ്ങനെ ഇപ്പൊ എനിക്ക് നിങ്ങളെ പറയാനൊന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ വെച്ചെന്തിനാ ശബ്ദം കിട്ടി ഇതിനകത്തോടെ കയറി ശബ്ദം സ്വതന്ത്രം. ഇനി വളർച്ചയുടെ പറഞ്ഞു മനുഷ്യൻ ചില പിള്ളേരെ വളർച്ചേണ്ട എന്നോടൊരു ഭാഷ പറഞ്ഞു. എന്റെ ഭാഷ എന്റെ കൊച്ചുമോൻ ഓമ പോലെ വളരുന്നത്. എന്റെ ഹൈസ്കൂളിൽ ഡയറക്ടറോട് പറഞ്ഞു പറഞ്ഞു എന്റെ കൊച്ചുമക്കൾ ഓമ പോലെ. ശരിയല്ലേ? വളർച്ച കണ്ട എവിടെ പോയി നിൽക്കുന്നു. 18 വയസ്സാ തമ്പരം. അപ്പൊ ഓമ എത്ര വർഷം വേണേലും പറഞ്ഞു. നമ്മളോ 18 വയസ്സാകുമ്പോ അങ്ങേറ്റമാണ് തമ്പി കിട്ടുന്നുണ്ടോ? അങ്ങേറ്റം എത്ര കൊണ്ട് നിർത്തും? 24 വയസ്സ് വരെ കൂടി 4 ഇഞ്ചൂടെ വളർത്തുള്ളൂ മനുഷ്യൻ. ശാസ്ത്രീയ കണക്കാ പറയുന്നത്. എനിക്കിപ്പം ചെറിയാൽ 61 വയസ്സുണ്ട്. ഓമോലിയ വളർത്താറുണ്ട്. എനിക്കൊരു വൈദ്യുതി വരാനൊക്കത്തില്ല. ഇവിടെ ഒന്ന് പ്രസവിക്കാനൊക്കത്തില്ല. വൈദ്യമാനത്തിന്റെ കൂടെ ഗിറാഹോദിക്കുകയാണ്. അപ്പൊ എങ്ങനെ വെളിപ്പെടുത്തി? ബുദ്ധിക്ക്. പക്ഷെ മനുഷ്യൻ അതിന് നിരൂപണങ്ങളിൽ വ്യക്തമായിട്ട് താഴെ അവൻ ദൈവത്തെ എന്തൊരു വിഗ്രഹം നടത്തി. അടുത്ത വാക്യം നോക്കാൻ അവൻ എന്താക്കി തീർത്തു? ഇനി 21, 22 വാക്യം വായിച്ചാൽ 21, 22 21, 22 അത് 22 വായിച്ചു. മനുഷ്യൻ ആരായി തീർന്നു? മൂടൻ. ദൈവമില്ല എന്ന് മൂടൻ തന്നെ ജ്ഞാനി എന്ന് പറഞ്ഞ മൂടൻ. അക്ഷരായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ എന്ത് ചെയ്തു? ക്ഷേമുള്ള മനുഷ്യൻ നാൽക്കാലി മണ്ണിനോട് ഇടയാതി എന്നിവയോട് ദൈവം അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ വേർതിരിച്ചത്. അവിടെ എന്ത് ചെയ്തു? ആദാം മുതൽ അബ്രഹാം വരെ ഒരു നദിയായിട്ട് പോകുമ്പോൾ അബ്രഹാം മുതൽ 2 നദിയായിട്ട് തിരിക്കുക. അബ്രഹാം എന്ത് ചെയ്തു? വിഗ്രഹങ്ങളിൽ നിന്ന് അബ്രഹാമിനെ വേർതിരിച്ചു. സ്തോത്രം. യോശുവ 24:2. യോശുവ 24:2. പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരക പണ്ട് നദിക്കരെ പാർത്ത അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. അവിടെ പാർദ്ധം ചെയ്തു. അടുത്തത് എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ. അപ്പൊ അബ്രഹാം നമ്മുടെ ഇന്ത്യ ഭാഷ അബ്രഹാം നായരായിരുന്നു. ഇന്ത്യ ഭാഷ അബ്രഹാം ആരായിരുന്നു? അബ്രഹാം നായർ. അബ്രഹാം ഇപ്പൊ അബ്രഹാം നായർ അബ്രഹാം. പിന്നെ അബ്രഹാം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പേരെ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ അബ്രഹാം ആരായിരുന്നു? വിഗ്രഹാരാധികായിരുന്നു. ദൈവം അവരെ എന്ത് ചെയ്തു? ദൈവം അവരെ പ്രത്യക്ഷം ഒറ്റ വാക്കിൽ തീർന്ന ബാക്കി നാളെ ചിന്തിക്കാം. ഈ 9 മണിയായി. അപ്പോസ്തലർ പ്രവൃത്തി 7-ാം അധ്യായത്തിലെ 2-ാം വാക്യം. അപ്പോസ്തലർ 7:2. പരിശുദ്ധാത്മാവ് സ്തേഫാനോസ് മുഖാന്തരം മാത്രമേ വെളിപ്പാട് ലോകത്തിൽ നൽകൂ. അബ്രഹാമിന് ഉൾപ്പെട്ട ദൈവത്തെ കുറിച്ച് ഉൽപ്പത്തിപ്പോട് പറഞ്ഞത് 2-ാം വെളിപ്പാട് ഉൽപ്പത്തി പറഞ്ഞു. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ആരാനിൽ വന്ന് പാർക്കും മുൻപ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവനെ പ്രത്യക്ഷനായി. തേജോമയനായ ദൈവം അവനെ സ്തേഫാനോസിന്റെ പ്രസംഗ ഭാഷ ഒപ്റ്റോമായി. ഒപ്പിറ്റിയോ എമ്മയോ ഒപ്റ്റോമായി.
അതിന്റെ ശരിയായ അർത്ഥം ഒരു മനുഷ്യന് ദൈവത്തെ കാണുന്ന നിലയിൽ വെളിപ്പെടുത്തി കൊടുത്തത്. അതിനപ്പുറമായ മനുഷ്യൻ കാണുകയും മാക്സിമം ഒരു മനുഷ്യന് തേജസ്സാവും ദൈവത്തെ എത്രയാണോ അതുപോലെ ആരും കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അബ്രഹാം വിട്ടുപോകുന്നത് കേട്ടോ. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്ത് വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു പോകാൻ ശരിയായ ദർശനം കേട്ടോ. ആ തേജസ്സിന്റെ ശബ്ദം അബ്രഹാം കണ്ടപ്പോൾ അന്ന് വിടവാണ്. അന്ന് തിരിച്ചു വിട്ട അവന് വേണ്ടിയാണ് ദൈവം സത്യദൈവത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നാളെ എത്രയായി തീർന്നു? രണ്ട് ക്രിസ്തുവിന്റെ കാലത്ത് വന്നപ്പോൾ രണ്ടും തകർന്നു പോയി. പാവത്തിൽ അവരെ ഒന്നിച്ച് ചേർത്ത് ക്രൂശി. അപ്പോൾ ഇന്ന് 3 ജാതിയുണ്ട് വേദോസപ്രകാരം. ഒരു വാക്കിയുടെ വാക്യം അവസാനിപ്പിക്കാം. 1 കൊടുക്കുക 10-ാം അധ്യായത്തിൽ 32-ാം വാക്യം. 4ാമതൊരു ജാതി വരത്തില്ല. 1 കൊടുക്കുക 10-ന്റെ 32. അപ്പൊ അന്ന് എത്ര ഗ്രൂപ്പ് ഉണ്ട്? 1 യഹൂദൻ, 2 ജാതികൾ. യഹൂദെന്ന് യവനെന്നും കരുണാപാത്രങ്ങളാൽ ക്രൂശിൽ തെരഞ്ഞെടുത്ത ദൈവം. സ്വത്രം. ഇനി അപ്പുറത്തൊരു വെളിപ്പാടില്ല. ആ ദൈവസഭ ചേർന്നാണ്. അതാണ് ദൈവത്തിനകത്ത് യേശുവിൽ ഉൾപ്പെട്ടതായി ഇനി പ്രായോഗിക ദിവസം നാളെ ചിന്തിക്കുന്നത്. ക്ഷമിക്കണേ, ഷോർട്ടായിട്ട് പറഞ്ഞു പോയാൽ നാളെ ഈ ചാർട്ടിൽ എത്ര വേറെ ഏതാ സീനാത്തുള്ള കയറ്റാത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ വന്നു, ദൈവസഭ വന്നു. ആദാം മുതൽ അബ്രഹാം മുതൽ ക്രിസ്തു. അതിന്റെ വംശാവലിയാണ് മത്തായിയുടെ സുവിശേഷം 1 മുതൽ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുവിന്റെ വംശം. അപ്പൊ യഹൂദൻ യവനെ ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യൻ, ഒരു ശരീരം, ശിരസാദ ക്രിസ്തുവിൽ. അപ്പൊ ഇന്ന് എത്ര ജാതിയുണ്ട്? യഹൂദജാതി യഹൂദജാതി യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുന്ന എല്ലാവർക്കും ദൈവസഭമാണ്. ആ ദൈവസഭ ചേർക്കുന്ന കർത്താവ് വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കുകയും